പുരുഷോത്തമ യോഗം ഒരു വൃക്ഷത്തിന്റെ തലകീഴായ വൃക്ഷത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ജീവിത വൃക്ഷത്തെയും ഈ പ്രപഞ്ച വൃക്ഷത്തെയും അതിലൂടെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരത്തെയും നമുക്ക് ബോധ്യപ്പെടുത്തി തരിക എന്ന് പറയാം. ആരാണോ ഈ വൃക്ഷത്തെ അറിയുന്നത് അവനത്രേ ഭഗവാന്റെ ഭാഷയിൽ വേദവിത്, ഈ സത്യം അറിഞ്ഞവൻ. അപ്പൊ വ്യാസ ഭഗവാൻ അല്ലെങ്കിൽ നമ്മുടെ ഋഷിയുടെ അഭിപ്രായത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ളതൊരു സത്യം, പക്ഷെ ഒരു സാധ്യതയാണ് എന്ന് പറയാം. ഏത്? ഈ പുരുഷോത്തമനാകുക എന്നുള്ളത് ഒരു സാധ്യതയാണ്. ഈ സാധ്യതയെ നാം അതിനെ ആവിഷ്കരിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെ നാം നേടേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പൊ അതിന് ഭഗവാൻ ഏതൊക്കെ ഉപായങ്ങളാണ്, ഏതൊക്കെ രീതികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അതാണ് നമ്മളിപ്പോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ അധ്യായത്തില് അർജുനൻ ഓരോ പ്രകാരത്തില് ഈ സത്യത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗാം ആവിശ്യച ഭൂതാനി ധാരയാമി അഹം ഓജസ പുഷ്ണാമി ച ഔഷധി സർവാഹ സോമഹ ഭൂത്വ രസാത്മക. ഞാൻ ഓജസ്സുകൊണ്ട് ഭൂമിയിൽ പ്രവേശിച്ചിട്ട്, നിങ്ങൾക്ക് എത്ര ഭാവന ചെയ്യാൻ പറ്റുമോ അത്രയും ഭാവന ചെയ്യാന്ന് പറയാം. ഭൂമിയുടെ ഓജസ്, ഭൂമി എല്ലാറ്റിനെയും ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, വൈവിധ്യമാർന്ന ഓരോന്നും ഭൂമി ഓരോന്നിനും പ്രദാനം ചെയ്യുന്നത് എങ്ങനെയാണ്, വൃക്ഷലതാദികൾക്ക് വേണ്ടതും എല്ലാം. ഔഷധി എന്നുള്ളതിൽ ആയുർവേദത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആയുർവേദത്തിൽ ഇത്തരത്തിലുള്ള വിശദമായ പഠനമുണ്ട്. നമ്മുടെ മനസ്സ് ഇവിടെയൊന്നും നിന്നാ പോരാന്ന് പറയാം. നിങ്ങളെ സ്വാമി കുറച്ചുകൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളം എന്നുള്ളൊരു ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമി സമുദ്രവുമായിട്ട്, സമുദ്രതീരത്ത് അല്ലെങ്കിൽ സമുദ്രവുമായിട്ടുള്ള അതിന്റെ സമ്പർക്കം, അല്ലെങ്കിൽ ചില നദികളുമായിട്ടുള്ള സമ്പർക്കം, അല്ലെങ്കിൽ തടാകങ്ങളുമായിട്ടുള്ള സമ്പർക്കം, ഇങ്ങനെയുള്ള അതിന്റെയൊക്കെ സമ്പർക്കത്തിൽ കഴിയുന്ന ഭൂമി ഉത്പാദിപ്പിക്കുന്ന, ഇപ്പൊ കേരളത്തില് തെങ്ങ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഉത്പന്നമാണ് ഇല്ലേ? ഈ തെങ്ങ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ ഈ ഭൂമിയുടെ ഒരു പ്രത്യേകത, ആ ഭൂമിയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജീവജാലങ്ങൾ, അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നൽകുന്നത് അതൊക്കെ ഭൂമിയുടെ അനുഗ്രഹമാണ്. ആരുടെ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം. ഇപ്പൊ കാശ്മീരല്ല കേരളം ആണോ? അവിടെ ഉണ്ടാവുന്ന ആപ്പിള് വേറെ ഒന്നും ഓർക്കണ്ട, അവിടെ ഉണ്ടാവുന്ന ആപ്പിള് ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയാം അല്ലേ? അതുപോലെ ഹിമാലയം പോലുള്ള പർവ്വത പ്രദേശങ്ങളിൽ, അതിന്റെ താഴ്വാരങ്ങളിൽ ഉണ്ടാകുന്നത്, നദീതീരങ്ങളിൽ ഉണ്ടാകുന്നത്, അപ്പൊ ഓരോ സ്ഥലത്തും, ഈ ഇന്ത്യ തന്നെ പോയി കഴിഞ്ഞാൽ, പഞ്ചാബിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗോതമ്പ്, നമ്മുടെ കുട്ടനാടിന്റെ മഹത്വം, ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഭൂമി ഓരോ പ്രകാരത്തില് അതത് ജനതയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. തരിശു മരുഭൂമിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈത്തപ്പഴം അല്ലേ, അതാണ് അവിടെ ആ ഈത്തപ്പഴത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അവന് വേണ്ടതെല്ലാം. അതുകൊണ്ട് നമ്മളോട് ആരൊക്കെയോ എപ്പോഴൊക്കെയോ പറഞ്ഞു വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ആണെന്ന് അടുത്ത കാലത്ത് പറഞ്ഞതാണ് ഇല്ലേ? ഒരു വലിയൊരു സത്യം, അതത് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ അതത് ആളുകൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ വേറെ ഓരോന്ന് കഴിക്കാൻ പോയാലാ കുഴപ്പമാവുക. നമ്മളെ സംബന്ധിച്ച് വെളിച്ചെണ്ണ ഒരു കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇനി സ്വാമി അതിൽ വലിയ ഗവേഷണമൊന്നും നടത്തിയിട്ടില്ല, എന്നാലും പണ്ടുള്ളവർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അല്ലേ? വെളിച്ചെണ്ണ വെറും ചോറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പച്ചമുളക് ഇതാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട്. കപ്പയ്ക്കൊക്കെ വെറും വെളിച്ചെണ്ണ കുത്തി വെളിച്ചെണ്ണ തൊട്ട് കഴിക്കുന്നവരുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ ധാരാളം ഇല്ലേ? പറയുമ്പോൾ തന്നെ വെള്ളം വരുന്നു സ്വാമി ഇല്ലേ? അധ്യായം അതാണെന്ന് പറയാം. അപ്പൊ
കപ്പയിൽ വേണ്ടത്, ഇങ്ങനെ ഈ ഭൂമിയുടെ ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ വേണ്ടത്ര മനനം ചെയ്തിട്ടുണ്ടോ, അതിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ ആ വഴിക്കും കൂടെ ഒന്ന് പോട്ടെ. അപ്പൊ നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ പല ദേശങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ ഭൂമി അതത് പല പ്രകാരങ്ങളില്ല. ഇനി ഇവിടുന്ന് വിട്ടുകഴിഞ്ഞാലോ, യൂറോപ്പിലേക്ക് പോയി കഴിഞ്ഞാലോ, അതുപോലെ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ വലിയ കാട് പോലുള്ള പ്രദേശങ്ങളിൽ അവിടെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പം പറയണോ ഭഗവാൻ, അഹം ഓജസ. ഓജസ എന്ന് പറഞ്ഞാൽ ഓഷോ ദീയത്തെ ഇത് ഓജസ എന്ന. ഔഷധികൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന സസ്യങ്ങളാണത്ര ഔഷധികൾ. എങ്ങനെയാ നശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫലം തന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാത്തത്. അതേതൊക്കെയാണ്? ഈ വാഴ, തെങ്ങല്ല, വാഴ, നമ്മുടെ നെല്ല്, ഗോതമ്പ്, ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ചോളം ഇത്യാദികളൊക്കെ. ഫലം പാകമായി കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചു പോകും. അതൊക്കെ ഓഷധികളാണെന്നാണ് പറയുന്നത്. ഓഷോ ദീയതേ ഇതി ഓഷധി. അതിന്റെ ഫലം തന്നു കഴിഞ്ഞാൽ അത് നശിക്കുന്നു. ഫലം തരിക എന്നുള്ളതാണ് അതിന്റെ ലക്ഷണം. അപ്പൊ അതിനുവേണ്ടി അത്തരത്തിലുള്ള ഓഷധികളെ സൃഷ്ടിക്കുന്നത് അഹം, ഞാനാകുന്നു. മാത്രമല്ല സോമഹ ഭൂത്വ സർവ, അഹം, ഞാൻ ചന്ദ്രനായി ഭവിച്ചിട്ട് ചന്ദ്രനിലെ രസം ഞാനാണ്. രസാത്മക അഹമസ്മി. ആ മഞ്ഞായി ഈ സസ്യജാലങ്ങൾക്കൊക്കെ വേണ്ട പോഷകം നൽകുന്നവൻ ഞാനാണ്. ഇതൊക്കെ ഭഗവത് അനുഗ്രഹമായിട്ട്, ഭഗവാന്റെ വിഭൂതിയായിട്ട്, അനുഗ്രഹമായിട്ട് മനസ്സിലാക്കുക. തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഇനി ഇതിന്റെ ഒരു ചെയിൻ ഉണ്ടല്ലോ, ഒരു തുടർച്ച നോക്കൂ. ഇതൊക്കെ തന്നു, ഇതൊക്കെ തന്നു കഴിഞ്ഞിട്ട് അടുത്തത് പറയാണ്, ഇവൻ ഇതൊക്കെ സ്വീകരിക്കും. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കണേ, നന്നായിട്ട് തന്നെ. കാരണം വൃക്ഷലതാദികളിലൂടെ ഫലമൂലാദികളിലൊക്കെ വൈവിധ്യമാർന്ന രീതിയിൽ അവനവന് വേണ്ടത് എല്ലാം നിറച്ചു വെച്ചു. ഉപനിഷത്തും കൂടെ പഠിച്ച് ഗീത പഠിക്കുകയാണെങ്കിൽ അതിന്റെ സൗന്ദര്യം നമുക്ക് മനസ്സിലാവും. ഉപനിഷത്തിൽ പറയുന്നുണ്ട്, ഓരോന്നിന്റെയും ഓരോ ഫലത്തിലും അതിലെന്തൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ വാക്ക്, നമ്മുടെ മനസ്സ് എല്ലാം നിറച്ചു വെച്ചിരിക്കുക. അന്നമയം ഹി സൗമ്യ മനഃ, ഉപനിഷത്ത്. കുട്ടി, അന്നമയമാണ് മനസ്സ്. അതുകൊണ്ട് കഴിക്കുന്ന അന്നത്തിനനുസരിച്ചിരിക്കും അത്ര വികാര വിചാരങ്ങൾ. അപ്പൊ ഇവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുക ഓരോന്നിലും. അതുകൊണ്ട് പെരിച്ചായി കഴിക്കുന്നത് അധികം കഴിക്കരുത്, അല്ലെങ്കിൽ കുറുക്കം കഴിക്കുന്നത് അധികം കഴിക്കാൻ പോകരുത് എന്ന് പറയാം. നമുക്ക് വേണ്ടതുണ്ട്, അത് കഴിക്കണം. അപ്പൊ അതൊക്കെ ഭഗവാൻ ഒരുക്കി വെച്ചിട്ട് അടുത്തത് പറയും, ഇവൻ ഇതൊക്കെ കഴിക്കാൻ പോകുന്നു. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്? അഹം വൈശ്വാനരഃ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. അഹം, ഞാൻ വൈശ്വാനരഃ ഭൂത്വ, ജഠരാഗ്നിയായി പ്രവേശിച്ചിട്ട്. ജഠരാഗ്നിയായി ഭവിച്ചിട്ട് പ്രാണിനാം ദേഹം ആശ്രിത, എല്ലാ പ്രാണികളുടെയും ദേഹത്തിൽ. അപ്പൊ ഈ പ്രാണികളൊക്കെ ഇത് കഴിക്കും, ഇല്ലേ? ഈ ഭഗവാൻ തന്നെ ഉത്പാദിപ്പിച്ചിട്ടുള്ളതിനെ കഴിക്കുന്നതിന് ദഹിപ്പിക്കുന്നവൻ ആരാണ്? പറയുന്നു, അഹം പചാമി, ഞാൻ എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നു. ഏതൊക്കെ വിധത്തിൽ ഇവൻ കഴിക്കുന്നു? ചതുർവിധം, 4 വിധത്തിലുള്ള ആഹാരങ്ങളെ. ഈ 4 വിധത്തിലെ ആഹാരങ്ങളെ ഭഗവാൻ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ കഴിക്കേണ്ട രീതി 4 വിധത്തിലാണ് അത്രേ. നമുക്ക് 5ാമതൊരു ഇതറിയാം, അതെങ്ങനെയാണ്? വിഴുങ്ങിയിടുക എന്ന് പറയാം, എവിടെയും തൊടാതെ. അതിനെക്കുറിച്ച് ഇതിലൊന്നും പറയുന്നില്ല. എന്താ ചെയ്യേണ്ടത്? കടിച്ച് പൊട്ടിച്ച് തിന്നുന്നത്, ചവച്ചരയ്ക്കുന്നത്, നക്കി തിന്നുന്നത്, കുടിക്കുന്നത്, ഇങ്ങനെ ഖാദ്യ ചർവ്യ തേയ ലേഹ്യ 4 വിധം നമ്മൾ കണ്ടു. അവിടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അഹം പ്രാണാപാന സമായുക്ത, പ്രാണനായിട്ടും അപാനനായിട്ടും ഈ പചന പ്രക്രിയ, ദഹന പ്രക്രിയ ഞാനാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇനി ആലോചിച്ചോളൂ, ഈ അധ്യായം ശുദ്ധ സയൻസാണ്.
ഇനി ഇവിടെ വെച്ചിട്ട് സ്വാമിക്ക് നിങ്ങളെ വിസ്തരിച്ച് പറയാം, പക്ഷെ ഇനി സമയമില്ല, നമുക്ക് വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. 3 അധ്യായം തീരേണ്ടതുണ്ട്. ഓരോ ജീവജാലങ്ങളുടെയും സലൈവ ഉണ്ടല്ലോ, ഉമിനീര്, ഈ ഉമിനീര് തന്നെ അതിനനുസരിച്ചിട്ടാണ് സൃഷ്ടിച്ചത്. ഈ ഉമിനീരാണ് ദഹിപ്പിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതുകൊണ്ടാണ് എന്തെങ്കിലും കാണുമ്പോൾ ഇതിങ്ങോട്ട് നിറയുന്നത്, അല്ലേ? അതുകൊണ്ട് പറയുമല്ലോ, പീപ്പിളി വിളിക്കുന്നവരുടെ മുന്നിൽ പോയിട്ട് പുളി കഴിക്കണം എന്ന് പറയും, അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ മനുഷ്യരായിട്ടുള്ള നമ്മുടെ സലൈവ, നമ്മുടെ താടിയെല്ലിന്റെ ഘടന, നമ്മുടെ പല്ല്, നമ്മുടെ നഖം, ഇതൊക്കെ ഏത് വിധത്തിലുള്ള ഭക്ഷണം സ്വീകരിക്കാനാണ്, അതും കൂടെ. ഇനി നമുക്ക് ലോകത്തിൽ വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ഏകജീവി മനുഷ്യനേ ഉള്ളൂ, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് ഭക്ഷണം വേവിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ശരിക്കും ശരിയായിട്ടുള്ള ഇത്. വേവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് നമുക്ക്. ഈ കിച്ചണിന്ന് ചിക്കൻ ഒഴിവാക്കിയ അന്ന് രോഗം നിൽക്കും. അതെ, ഈ കിച്ചനെ ഒഴിവായാൽ നല്ലതാണ്. നമ്മളതിന് ശ്രമം നടത്തിയാൽ മതി. സ്വാമി എന്താ വേവിച്ചൊന്നും കഴിക്കാറില്ല എന്നൊന്നും ചോദിക്കരുത്. അല്ല, സ്വാമിയെ കണ്ടാലറിയാം, ഇല്ലേ? അങ്ങനെ ചിന്തിക്കണ്ട, നമുക്ക് കൂട്ടമായിട്ട് ആലോചിക്കാം. കിച്ചനെ ഒഴിവാക്കാനൊക്കെ നമുക്ക് പറ്റും എന്ന് പറയാം. അത്തരത്തിൽ എത്രയോ പേരുണ്ട് വേവിച്ചൊന്നും കഴിക്കാത്തവർ, നല്ല ആരോഗ്യവാന്മാർ. അവർ പറയുന്നത് വേവിച്ച് ഒന്നും കഴിക്കേണ്ടെന്നാ. അവരുടെ ഭാഷയിൽ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ പെരിച്ചാഴി പോലുള്ളതിനുള്ളതാണ് അത്രേ. ഭൂമിയിൽ ഭഗവാൻ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. ഓരോരുത്തർക്കും വേണ്ടത് അവരവര് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എവിടുന്നാണ്? നമ്മുടെ ഈ സസ്യജാലങ്ങളിൽ നിന്നാണ്. നമ്മൾ കഴിക്കേണ്ടത് പഴവർഗ്ഗങ്ങൾ, ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് നമ്മൾ പഴങ്ങളാണ്. പിന്നെ ഇല, ഇതൊക്കെയാണ് അത്ര. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഏത് പച്ചക്കറി പച്ച കഴിച്ചാലും ഒരു കുഴപ്പമില്ല, വേവിക്കണം എന്നില്ല, അധികം വേവിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങളൊരു ചെറിയൊരു പീസ് മാംസം വേവിക്കാതെ കഴിച്ചു നോക്കൂ, അത് ഒടുക്കത്തെ കഴിക്കലായിരിക്കും, അല്ലേ? ഒരു കുറുക്കൻ കോഴിയെ കഴിക്കുന്നത് കുറുക്കന്റെ കോഴി തുവലും, അല്ല, കോഴിയുടെ തുവലും അതിന്റെ കൊക്കും കാലും എല്ലാം ഉൾപ്പെടെയാണ്. കുറുക്കന് ഒന്നും മാറ്റില്ല, കുറുക്കന് മാറ്റേണ്ട ആവശ്യമില്ല. കുറുക്കന്റെ സലൈവ ഇതിനെയൊക്കെ ദഹിപ്പിക്കാൻ പോകുന്നതാണ്. കുറുക്കനെ അങ്ങനെയാ സൃഷ്ടിച്ചത്. നമ്മൾ ഒരു കോഴിയുടെ കൂടെ ഒരു കോഴിത്തൂവല് കഴിച്ചാലോ ഒടുക്കത്തതായിരിക്കും, അല്ലേ? ആട്ടിറച്ചിയുടെ കൂടെ കുറച്ച് രോമം പോയാൽ മതി, കഴിഞ്ഞു കഥ. മാത്രമല്ല, മാംസത്തെ നാം കൃത്രിമമായി മറ്റു പലതും ചേർത്ത്, പല ചേരുവകളും ചേർത്ത് അതിന്റെ സ്വതസിദ്ധമായ ഭാവത്തെ പൂർണ്ണമായി മാറ്റിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. കഴുകൻ പോലും കഴിക്കില്ല അങ്ങനെ. ഇതിൽ സ്വാമിക്ക് കുറെ പറയാനുണ്ട് കേട്ടോ. പിന്നെ ഏത് മാംസവും കഴിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ വിഷയത്തിൽ ഒരു നിർദ്ദേശം കൊടുക്കാറ്, ഈ പ്രാണികളെ, മിണ്ടാപ്രാണികളെ ഇങ്ങനെ കൊന്നു തിന്നുന്നത്, മാംസം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നല്ല പരിചയമുള്ള ആശുപത്രിയിലൊക്കെ പോയാൽ കിട്ടും. അതെ, അവിടെ നമ്മളൊരു സഞ്ചി കൊണ്ടുവച്ചാൽ മതി, നല്ല നല്ല പീസ് കിട്ടും എന്ന് പറയാം. എന്താ, ആരാ അറിയാൻ പോകുന്നത്? അല്ല, നിങ്ങൾക്ക് നന്നായി ഫ്രൈ ചെയ്ത് തന്നു കഴിഞ്ഞാൽ തന്നെ വളരെ സൗകര്യമായിട്ട് നമ്മൾ കഴിക്കും. നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ഇന്നതായിരുന്നോ, എന്താണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, അത് തമാശയായിട്ടാണെങ്കിലും അത് സത്യമാണത്രേ. ഈ വിശേഷ ദിവസങ്ങൾ, ഏതെങ്കിലും ഒരു ഇതിലല്ല, വിശേഷ ദിവസങ്ങളിലൊക്കെ ഇറച്ചിക്കടയിൽ നല്ല തിരക്കായിരിക്കും. ഏത് ഇറച്ചിയാണെങ്കിലും നല്ല തിരക്കാണത്രേ. അന്നാണ് ആളുകൾക്ക് ഇത് കൂടുതൽ കഴിക്കണം എന്ന് തോന്നുക. ആ കാലത്താണ് തെരുവിലെ നായ്ക്കളെ കാണാതെയാവുക. നിങ്ങൾ കണക്കെടുത്തോളൂ. തെരുവിലെ നായ്ക്കളെ, അതിലും ഇതിലൊക്കെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഒന്നും കാണില്ല. ഓണം, പെരുന്നാള്, ക്രിസ്മസിനൊക്കെ എവിടെ പോയി ഈ നായ്ക്കളൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ എത്തേണ്ടടുത്ത് എത്തി. ആട്ടിന്റെ കൂടെയും പശുവിന്റെ കൂടെയൊക്കെ ആയിട്ട്
അതിന്റെ കാലൊക്കെ അങ്ങനെ അടിച്ച് വിട്ടു പോകുമെന്ന് പറയും. ആർക്കും അറിയാൻ പറ്റില്ല. എന്തൊക്കെ ഈ വിഷയത്തിൽ നാം വിരുദ്ധമായ ആഹാരത്തെ സ്വീകരിച്ചതിന്റെ ഫലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കഴിക്കുന്നവരൊക്കെ നടുങ്ങിയില്ലേ? എവിടെയോ കോഴിക്ക് പനി വന്നപ്പം ഈ കൊച്ചിയിലുള്ളവനും പനി വന്നില്ലേ? ബന്ധപ്പെട്ടിരിക്കണോ? എന്നാ കുറച്ച് കോഴിക്ക് കാൽപ്പോള് കൊടുത്ത് പനി മാറ്റിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ നാം ഏത് ആഹാരമാണ് സ്വീകരിക്കേണ്ടത്? ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നമ്മൾ ഈ കൃത്രിമമായ മരുന്ന് മുഴുവൻ അടിച്ച് പച്ചക്കറിയുടെ സ്ഥിതി എന്താണെന്ന്. അത് നമ്മൾ വരുത്തി വെച്ചതാ. പച്ചക്കറിയിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള ലാഭം, നമ്മൾ ലാഭത്തെ കണ്ടുകൊണ്ട് നാം ഓരോന്നും ചെയ്തു വെച്ചതാ. അതിനെക്കുറിച്ച് പറയാൻ സ്വാമി ആളല്ല. പക്ഷേ പച്ചക്കറി ഈ പറഞ്ഞ ഏതും ഇതിൽ ഹിംസയുടെ പ്രശ്നമൊന്നുമില്ല. സ്വാമി പറയുന്നതിൽ ഹിംസയുടെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു അറിവിന്റെ പ്രശ്നമാണ്. എന്താണ്? എന്റെ സംവിധാനം, എന്റെ രീതി, ഏത് മനുഷ്യൻ എന്ന എന്റെ രീതി എന്നെ ഒരുക്കിയിരിക്കുന്നത് സസ്യാഹാരിയായിട്ടാണ്, മാംസാഹാരിയായിട്ടല്ല. എന്റെ താടിയല്, എന്റെ പല്ല്, ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഒറ്റയ്ക്ക് കൊന്നു തിന്നാൻ പറ്റുന്നുണ്ടോ? സാധ്യമല്ല. നമ്മുടെ പല്ലുകൾ അങ്ങനെയല്ല, നമ്മുടെ നഖം അങ്ങനെയല്ല. എല്ലാ മാംസബുക്കുകൾക്കും കൂർത്ത നഖങ്ങളും പല്ലുകളും. അവർക്കൊക്കെ രാത്രി കണ്ണ് കാണും. നമുക്ക് രാത്രി കണ്ണ് കാണും? നമുക്കുള്ള കണ്ണ് കാണുന്നു, പകല് തന്നെ കാണുന്നില്ല അല്ലേ? ആലോചിച്ച് നോക്കേണ്ടതാണ്. അപ്പൊ ഇത് എന്റെ സിസ്റ്റത്തിന് ചേർന്നതല്ല എന്നറിയുന്ന സമയത്ത് നമ്മൾ അന്ന് ഉപേക്ഷിക്കും. ഇത് അങ്ങനെ മാത്രമേ ഇതിനെ ഉപേക്ഷിക്കാൻ പറ്റൂ. രുചി കൊണ്ടല്ല. ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സ്വാമിക്ക് തരാം നല്ല ഉഷാറാക്കിയിട്ട്, പിന്നെ സ്വാമി അത് തന്നെ വേണമെന്ന് പറയും. അന്ന് നിങ്ങൾ പറയണ്ടെന്ന് പറയും. അങ്ങനെയുള്ള ചിന്ത ഉണ്ടെങ്കിൽ രുചിയുടെ പ്രശ്നമല്ല. രുചി നമ്മുടെ ഇന്ദ്രിയത്തിന് നമ്മൾ കൽപ്പിച്ചിട്ടുള്ളതാണ്. സ്വാമി ഇതിൽ നല്ലൊരു ഉദാഹരണം പറയാറുണ്ട്. ആർക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എങ്കിലും, ഏതായാലും ഇത് നമ്മുടെ സിസ്റ്റത്തിന് നല്ലതല്ല, ബോഡിക്ക് ചേർന്നതല്ല എന്ന് പറയാം. ഒരുപാട് ഫംഗസ് ഇതുകൊണ്ടുണ്ടാവുന്നുണ്ട് മാംസം സ്വീകരിക്കുന്നത്. പിന്നെ ചിലർക്ക് ഇപ്പൊ തന്നെ ഓർമ്മ വരും, സ്വാമിയെ സ്വാമി രാമായണം വായിച്ചിട്ടുണ്ടോ? സീതാദേവി ഉണക്കിയിട്ട് സ്വാമി ആ ഭാഗം മറന്നു വരുന്നത്. സീതാദേവി അങ്ങനെ പലതും ഉണക്കിയിട്ടുണ്ട്. സീതാദേവി സംശയിച്ച സമയത്ത് അഗ്നിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. എന്നിട്ട് രാമനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഗ്നിയേക്കാൾ പരിശുദ്ധയാണെന്ന് വാത്മീകി പറയുന്നുണ്ട്. സാധിക്കുമോ? എന്നാ ഉണക്കിക്കോളൂ. നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒരു സംശയം പറഞ്ഞു, എന്നാ ശരി, ചിത കൂട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് നിന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. അതിന് കരുത്താർജിക്കുന്ന സമയത്ത് നമുക്ക് ഉണക്കാം എന്ന് പറയാം. അത് വിടും. രാമായണമൊന്നും ഇതിന് പ്രമാണാക്കി എടുക്കണ്ട. രാമായണത്തിൽ അങ്ങനെ പലതും ഉണ്ടാവും. ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ഇത് ചേർന്നതല്ല. അത്തരത്തിലല്ല നമ്മളെ സൃഷ്ടിച്ചത് ഭഗവാൻ. അത്തരത്തിലായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ പച്ചയോടുകൂടി കഴിക്കാമായിരുന്നു. ഒരു തക്കാളി കഴിക്കുന്നത് പോലെ, ഒരു വെണ്ടയ്ക്ക കടിച്ചു തിന്നുന്നത് പോലെ, പയറ് കടിച്ചു തിന്നുന്നത് പോലെ നമുക്ക് ഇതിനെയൊക്കെ സാധിക്കണം. നാം വിരുദ്ധമായ ആഹാരത്തെ സ്വീകരിച്ചതിന്റെ ഫലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് കഴിക്കുന്നവരൊക്കെ നടുങ്ങിയില്ലേ? എവിടെയോ കോഴിക്ക് പനി വന്നപ്പം ഈ കൊച്ചിയിലുള്ളവനും പനി വന്നില്ലേ? ബന്ധപ്പെട്ടിരിക്കണോ? എന്നാ കുറച്ച് കോഴിക്ക് കാൽപ്പോള് കൊടുത്ത് പനി മാറ്റിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല. അപ്പൊ നാം ഏത് ആഹാരമാണ് സ്വീകരിക്കേണ്ടത്? ഇത് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും നമ്മൾ ഈ കൃത്രിമമായ മരുന്ന് മുഴുവൻ അടിച്ച് പച്ചക്കറിയുടെ സ്ഥിതി എന്താണെന്ന്. അത് നമ്മൾ വരുത്തി വെച്ചതാ. പച്ചക്കറിയിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള ലാഭം, നമ്മൾ ലാഭത്തെ കണ്ടുകൊണ്ട് നാം ഓരോന്നും ചെയ്തു വെച്ചതാ. അതിനെക്കുറിച്ച് പറയാൻ സ്വാമി ആളല്ല. പക്ഷേ പച്ചക്കറി ഈ പറഞ്ഞ ഏതും
ഇതിൽ ഹിംസയുടെ പ്രശ്നമൊന്നുമില്ല. സ്വാമി പറയുന്നതിൽ ഹിംസയുടെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു അറിവിന്റെ പ്രശ്നമാണ്. എന്താണ്? എന്റെ സംവിധാനം, എന്റെ രീതി, ഏത് മനുഷ്യൻ എന്ന എന്റെ രീതി എന്നെ ഒരുക്കിയിരിക്കുന്നത് സസ്യാഹാരിയായിട്ടാണ്. നമ്മുടെ ശരീരത്തിന് ഇത് ചേർന്നതല്ല. അത്തരത്തിലല്ല നമ്മളെ സൃഷ്ടിച്ചത് ഭഗവാൻ. അത്തരത്തിലായിരുന്നുവെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ പച്ചയോടുകൂടി കഴിക്കാമായിരുന്നു. ഒരു തക്കാളി കഴിക്കുന്നത് പോലെ, ഒരു വെണ്ടയ്ക്ക കടിച്ചു തിന്നുന്നത് പോലെ, പയറ് കടിച്ചു തിന്നുന്നത് പോലെ നമുക്ക് ഇതിനെയൊക്കെ സാധിക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിൽ നിന്ന് അതിജീവിക്കുക എന്നാണെങ്കിൽ സ്വാമി ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിലെ ഒരു വിശേഷ ദിവസം നല്ല പാലട പ്രഥമൻ നിങ്ങൾ ഉണ്ടാക്കുന്നു. എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഒരു 3:30 മണിയൊക്കെ ആയപ്പം ചായ വേണോ ഇനി, അതോ പായസം വേണോ ഇനി? പായസം കുറേം കൂടെ ഉണ്ട്, ശരി ഓരോ ഗ്ലാസും കൂടെ ആവാം. അമ്മ ഓരോരുത്തർക്കും അങ്ങനെ എടുത്തു കൊടുത്ത് അങ്ങനെ വരുന്നു. അവസാനം ഇങ്ങനെ വടിച്ചിങ്ങോട്ട് അങ്ങനെ കുറേന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുമ്പോണ്ട് ഒരു എലി തോലൊക്കെ പോയി ഇങ്ങനെ ലെവലായിട്ട് അത് ഗ്ലാസ്സിലേക്ക് പിഷ്ക എന്ന് പറഞ്ഞു വീഴണം. അത് കണ്ടതോടുകൂടി കഴിച്ചവരൊക്കെ അല്ലേ? എന്താണത് സംഭവിക്കുന്നത് അവിടെ? എനിക്ക് ചേരാത്ത, ഞാൻ സ്വീകരിക്കാത്ത എന്തോ ഒന്ന് ഞാൻ കുറച്ചു മുൻപ് സ്വീകരിച്ചു എന്ന അറിവ് നിങ്ങളുടെ ശരീരത്തിലെ മൊത്തം ബോഡി, ശരീരത്തിലെ ഓരോ സെല്ലുകളും ഈ അറിവിനെ സ്വീകരിക്കുന്നു. ആ അറിവ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പുറന്തള്ളുക എന്നുള്ളത് ശരീരത്തിന്റെ ആവശ്യമാണ്. ഇത്തരത്തിലൊരു അറിവ് കൊണ്ട് മാത്രമേ നിങ്ങൾക്കിതിനെ ജയിക്കാൻ സാധിക്കൂ. അല്ലാതെ ഇതിന്റെ മണം കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ കാണുന്നു, നിങ്ങളൊരു അറിവ് നേടണം. അപ്പൊ തേജസ്സാർന്ന വാക്കിന് ഞാൻ അന്നത്തിൽ കരുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഭഗവാൻ തേജസ്സുറ്റ വാക്കിനും കരുത്തുറ്റ മനസ്സിനും ഒക്കെ വേണ്ടത് ഈ ഫലമൂലാദികളില് പഴവർഗ്ഗങ്ങളിലൊക്കെ ഒരുക്കി വെച്ചിരിക്കുക. നമ്മൾ ഈ പഴങ്ങളൊക്കെ ആകെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുകൊടുക്കുക സ്വാമിയാരെ കാണാൻ പോകുമ്പോൾ ഇതൊക്കെ സ്വാമി വെച്ചോളൂ, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കഴിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല എന്ന് പറയാം. അതുപോലെ ഓരോ സമയത്ത് എങ്ങനെയൊക്കെ ചെയ്തു വെച്ചിരിക്കണമെന്നറിയോ? ഓരോ സമയത്ത് സീസണിൽ ഉണ്ടാവുന്നത്. ചക്കയുടെ കാലം വരുമ്പോൾ എത്ര ചക്ക കഴിക്കാൻ പറ്റുമോ അത്രയും കഴിക്കണം. കൂട്ടത്തിൽ ചായ കുടിക്കരുത്. നമുക്കതാ കുഴപ്പം. ഒരു 4-5 ചുള ചക്കയും കഴിക്കും, ഒരു ലഡുവും കഴിക്കും, ഒരു ചായയും കുടിക്കും. പിന്നെ രാത്രി ഭോ ഭോ എന്നിട്ട് പറയും ചക്ക ഗ്യാസാണെന്ന്. ഇതാണ് കുഴപ്പമേ. അതിന്റെ കൂട്ടത്തിൽ വേറൊന്നും കഴിക്കാൻ പാടില്ല. ഈ ഏതും ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ചക്ക കഴിക്കുമ്പോൾ ഒരു ചക്ക വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ, ഒരു ഗ്ലാസ് വെള്ളം പോലും കൂട്ടത്തിൽ കുടിക്കാൻ പാടില്ല. അത് മാങ്ങയാണോ? എത്ര വേണമെങ്കിൽ കഴിച്ചോളൂ, മാങ്ങ മാത്രം. നമുക്ക് ഈ ചായയും കാപ്പിയും കൂട്ടത്തിലില്ല ഞാൻ ശരിയാവില്ല. പിന്നെ അതിൽ വേറെ ഓരോന്നിങ്ങനെ ചേർക്കുക, അത് ഇടുക, ഇത് ഇടുക, അതിനെ ഇരുത്തി പൊരിക്കുക, കിടത്തി പൊരിക്കുക, ഇല്ലേ, അതിന്റെ ഉള്ളിൽ നിറയ്ക്കുക. അയ്യോ, ഈ അടുത്ത കാലത്ത് സ്വാമി ഒരു ഡോക്യുമെന്ററി കണ്ടു. ഈ വിദേശത്താണ്. ആദ്യം അവര് കോഴിയെ കാണിച്ചു. ആ കോഴിയെ തുറന്നിട്ട് കോഴിയുടെ ഇങ്ങനെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ നിറച്ചു. എന്നിട്ട് കോഴിയെ മനോഹരമായിട്ട് തുന്നി, എന്തോ ഒരു പ്രത്യേക സാധനമാണ് അത്ര, അത് തുന്നി. എന്നിട്ട് ഒരാട്ടിൻകുട്ടി, എന്നിട്ട് ഈ കോഴിയെ ആട്ടിൻകുട്ടീന്റെ ഉള്ളിൽ വെച്ചിട്ട് അതിനകത്ത്, എന്നിട്ട് അതിന്റെ വലിയ വേറൊരു കുട്ടീന്റെ അകത്ത്, അവസാനം ഒട്ടകത്തിനകത്തേക്കാണ് ഇതിനെ കയറ്റുന്നത്, വലിയ ഒട്ടകത്തിനകത്ത്. എന്നിട്ട് ഇതിനെ വലിയ ഇതൊക്കെ വെച്ച് തീയൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെ ഒരു കൂട്ടം ആളുകൾ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നതാ. എന്താന്നൊന്നും അറിയില്ല, എന്തിനാ ഇങ്ങനെ കഴിക്കണതെന്ന്. എന്നിട്ടിങ്ങനെ ഒരുപാട് രോഗങ്ങളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചികിത്സിക്കാൻ നടക്കുക. നിങ്ങൾ കാട്ടിലെ മനുഷ്യനല്ലാതെ ഏതെങ്കിലും മൃഗങ്ങൾ ഇങ്ങനെ അസുഖം വന്ന് കഴിയുന്നത് കണ്ടിട്ടുണ്ടോ? അവരൊക്കെ സ്വാഭാവികമായ
ആഹാരത്തെ സ്വീകരിച്ചതുകൊണ്ട്. കാട്ടിലെയൊക്കെ ഏതെങ്കിലും മൃഗങ്ങൾ, ഡിസ്ക് തെറ്റിയ ഒരു കണ്ടാമൃഗത്തെ നിങ്ങൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഉണ്ടോ? ഉണ്ടോ? ഒരു തുമ്മല് പോലും ഒരു കുരങ്ങിന് പോലും വരാറില്ല. ഏതെങ്കിലും. എല്ലാം എന്തൊരാരോഗ്യത്തോടു കൂടിയിട്ടാ. കാരണം അവര് പ്രകൃതി അനുസാരികളാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അങ്ങേ 100% പ്രകൃതി അനുസാരികൾ. ഈ പ്രപഞ്ചത്തില് ഓരോരുത്തർക്കും വേണ്ട ആഹാരം ഭഗവാൻ ഒരുക്കി വെച്ചിരിക്കണു. അതിനെ ദഹിപ്പിക്കുന്ന ഏർപ്പാടും ഞാനാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. നാരായണന് കഷ്ടപ്പാടുണ്ടാക്കരുത്. ഈ ദഹിക്കാത്തതാണല്ലോ പലതും ഇങ്ങനെ നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് ദഹിക്കാത്തത് കഴിച്ചിട്ട് ദഹിക്കാനുള്ള മരുന്നും കൂടെ കഴിക്കുക. ഇല്ലേ? എന്തൊക്കെയാ കഴിക്കുന്നത്? അതിനെക്കുറിച്ച് സ്വാമി വിസ്തരിക്കുന്നില്ലേ? ഏതായാലും കല്യാണത്തിനൊക്കെ അല്ലേ? കല്യാണം കഴിച്ച് ഈ കല്യാണം കഴിക്കുന്നവർ കഴിക്കില്ല അധികം അന്ന്. അല്ലാത്തവർ കഴിച്ചിട്ട് ശരിക്ക് പറഞ്ഞാൽ സ്വാമി താമസിക്കുന്നത്, സ്വാമി പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, തിരുവനന്തപുരം ട്രിവാൻഡ്രം ക്ലബിന്റെ തൊട്ടടുത്താണ്. അവിടെ വലിയ കല്യാണങ്ങളൊക്കെ നടക്കുന്നതാണ്. ശരിക്കും ഈ സദ്യ ഉണ്ട് പോകുന്നവരെ കാണുമ്പോൾ ലിക്കർ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാ. അവരാടിക്കൊണ്ടാണ് ഇങ്ങനെ. അതായത് ആ പായസം 3 എണ്ണമൊക്കെ കുട്ടിച്ച് നമ്മൾ ശരിക്കും റോട്ടിൽ പായ വിരിച്ചു കൊടുത്ത അപ്പ കിടക്കും അവിടെ. എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി എന്ന മട്ടില്ല. ഉള്ള ഉച്ചയ്ക്ക് ഊർജം മുഴുവൻ ഇതിനെ ദഹിപ്പിക്കാൻ എടുക്കുന്നവർ. അഹം പചാമി ചതുർവിധം. അവിടെ ചതുർവിധമൊന്നുമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു നാരങ്ങ കൊടുക്കും. എന്തിനാണെന്നറിയോ? ഒമറ്റ് ചെയ്യാതിരിക്കാൻ. അതിങ്ങനെ പിടിച്ചോണ്ടാവും. ആ ഒരു ധൈര്യത്തില ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോഴാ കൊടുക്കുക. എന്തായാലും ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. ഇതിനകത്തിരുന്നിട്ട് ചതുർവിധം അന്നം അഹം പചാമി. ഓർത്തുകൊള്ളുക, ആരാണ് ഇത് ചെയ്യുന്നത്? എന്താണ് ഈ ദഹിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ? ഓർക്കുക, നമുക്ക് വേണ്ടതിനെയൊക്കെ തരുന്നു. എന്തൊക്കെയാ നമുക്ക് വേണ്ടത്? നമ്മുടെ തലമുടി, ആ തലമുടിയുടെ നിറം, നമ്മുടെ നഖം, നമ്മുടെ തൊലി, എല്ലാം എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് സ്വാമിജി പറയുന്നത്, ഒരു ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നാണ്. അതിനോട് പറയണമെന്നാണ്, നിന്റെ മാധുര്യം ഇല്ലാതെയാവില്ല എന്നാ. പിന്നെയോ ഞാനത് സഹചർക്ക് കൊടുക്കാം എന്റെ വാക്കുകളിലൂടെ. നീ ഒരിക്കലും ഇല്ലാതെയാവില്ല. നീ ജീവിക്കും, എന്നിൽ നീ ജീവിക്കും. വാക്കുകളായിട്ട് ജീവിക്കും, ചിന്തകളായിട്ട് ജീവിക്കും. നമ്മൾ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. മുടി തിന്നിട്ടാണോ മുടി ഉണ്ടാവുന്നത്? അല്ലല്ലോ. തിന്നുന്ന ഇഡലിയിൽ ഒരു മുടി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമോ? അത് ഇല്ല. പക്ഷെ കഴിക്കുന്ന ഇഡലിയിൽ മുടി ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ പഴത്തിനകത്തുണ്ട്, നമുക്ക് വേണ്ടതുണ്ട്. എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട് എന്ന് പറയും. ഇലകളിലുണ്ട്, എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ തന്നെയാണ് ഇതൊക്കെ ഒരുക്കി വെച്ചത്. ഈ അമ്മ കുട്ടികളുടെ ഡ്രസ്സ് എല്ലാം ഒരു അടുക്കി അലമാറയിൽ എടുത്തു വെച്ചിട്ട് ഇടയ്ക്കൊക്കെ ചോദിക്കില്ലേ, അമ്മ എന്റെ ആ ട്രൗസർ എവിടെ, ഇതെവിടെ, അതെവിടെ എന്ന്. അപ്പൊ അമ്മ പോയിട്ട് അലമാറ തുറന്നിട്ട് എടുത്തിട്ട് ഇതാ എന്ന് പറഞ്ഞു കൊടുക്കില്ലേ? ഇതുപോലെ ആരാണോ ഒരുക്കി വെച്ചത് അയാൾ ഇതാ നമ്മുടെ ഉള്ളിൽ വന്നിട്ട് അതിനെ വിഘടിപ്പിച്ച് ഓരോന്നിനെ വേണ്ടിടത്തേക്ക് കൊടുക്കണം. അത് ചെയ്യുന്നത് ഞാനാണ്. ഭഗവാൻ എന്താ ചെയ്യുന്നതെന്നല്ല, ഇതാ ഞാൻ ചെയ്യുന്നു. ഒരു പാമ്പ് കഴിക്കുന്ന തവള, പാമ്പ് കഴിക്കുന്ന എലി, അല്ലേ? കണ്ടിട്ടുണ്ടോ? അത് ശരിക്കും പാമ്പ് അതിങ്ങനെ പോവും അതിനകത്ത് കൂടെ. ആരാണ് അതിനെ ദഹിപ്പിക്കുന്നത്? ഓരോന്നും ചെയ്യുന്നത് ഞാനാണെന്ന്. ഓരോന്നിനും വേണ്ടത് ഞാൻ അങ്ങനെ ഭംഗിയായിട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. തുടർന്ന് സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടഃ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദൈശ്ച സർവൈരഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഈ അധ്യായത്തില്
ഈ അധ്യായത്തില് നമ്മൾ ഭഗവാന്റെ ആ നിറഞ്ഞ സാന്നിധ്യം വളരെ എളുപ്പത്തിൽ അനുഭവിക്കാൻ പാകത്തിനാണ് വ്യാസൻ ഇത് കാണിച്ചു തരുന്നതെന്ന് പറയാം. ഇതിൽ നിന്നൊന്നും നമുക്ക് ഭഗവാൻ എന്നത് മനസ്സിലാകുന്നില്ല എങ്കിൽ ഒരു കാലത്തും പിടികിട്ടാൻ പോകുന്നില്ല ഈ തത്വം, ഈ സത്യം. അതുകൊണ്ട് അടുത്തത് ഈ ശ്ലോകവും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഈശ്വരാനുഗ്രഹം എന്നിൽ സംഭവിക്കുന്നത്? എപ്പോഴൊക്കെ എന്നിൽ ഈശ്വരാനുഗ്രഹം സംഭവിച്ചു കഴിഞ്ഞ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ ശ്ലോകം. നോക്കാം. സർവസ്യ ച അഹം ഹൃദി സന്നിവിഷ്ടഃ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച വേദൈഹി ച സർവൈഹി അഹമേവ വേദ്യഃ വേദാന്തകൃത് വേദവിദ് ച അഹമേവ. സർവസ്യ ച ഹൃദി അഹം സന്നിവിഷ്ടഃ. സർവസ്യ എല്ലാറ്റിൻ്റെയും, ഒന്നൊഴിയാതെ എല്ലാറ്റിൻ്റെയും ഹൃദി, ഹൃത് എന്ന് പറഞ്ഞാൽ അതിന്റെ കേന്ദ്രം എന്ന് പറയാം. ഹ്രിയതേ വിഷയൈഹി ഇതി ഹൃത്. എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുന്നത് അത് ഉള്ളതുകൊണ്ടാണ്. അതുള്ളതുകൊണ്ട് വിഷയാനുഭവങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെ പറയാം. ഹൃദി, മനസ്സിൽ അഹം സന്നിവിഷ്ട, ഞാൻ സന്നിവേശിക്കപ്പെട്ടവനാണ്. ഹൃത്തിലാണ് ഞാൻ ഇരിക്കുന്നത്, കേന്ദ്രമായിട്ട്, ഓരോന്നിന്റെയും കേന്ദ്രമായി ഞാൻ നിലകൊള്ളുന്നു. മത്ത എന്നിൽ നിന്ന്, സ്മൃതി, സ്മൃതി എന്ന് പറഞ്ഞ ഓർമ്മ, എന്നിൽ നിന്നാണ് ഓർമ്മയുണ്ടാകുന്നത്. ഞാനാണ് ഒരുവന് ഓർമ്മയായി ഭവിക്കുന്നത്. മത്ത സ്മൃതി. ജ്ഞാനം, അറിവ് ഞാനാണ്, ജ്ഞാനം. അപോഹനം, അപോഹനം എന്ന് പറഞ്ഞാൽ മറവി ഞാനാകും. ഹൗ സ്വാമി, അത് കുറച്ച് ആ അനുഗ്രഹം നന്നായിട്ടുണ്ട്. മറവി അല്ലേ? ഈ ശ്ലോകത്തിലെ മർമ്മം ആയിട്ടുള്ള ഒരു ശബ്ദമാണിത്, അപോഹനം എന്നുള്ളത്. മറവി ഞാനാണെന്ന. ഇവിടെ ഭഗവാൻ പറയുന്ന മറവി ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടുള്ളൊരു മറവിയാണ്. ഏതൊരുവന്റെ ജീവിതത്തിലും, ഏതൊരാളുടെ ജീവിതത്തിലും അങ്ങേയറ്റം ഒരു ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. ഒരിക്കലും പറയുക, ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട്, നാളെ ഞാൻ എന്തു ചെയ്യും എന്ന നിമിഷങ്ങൾ വന്ന് ചേരാത്ത ആളുകൾ ഉണ്ടാവില്ല. ചിലരെ സംബന്ധിച്ചെല്ലാം ഒരു ക്രമത്തിൽ അങ്ങനെ പോകുന്നുണ്ടാവും, വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ. എല്ലാറ്റിനും ഒരു സ്വാഭാവികത ഉണ്ടാവും. ഇപ്പൊ അച്ഛന്റെ മരണമാണെങ്കിലും അമ്മയുടെ മരണമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാം അങ്ങനെ ഒരു ക്രമത്തിലായിരിക്കാം. അകാലത്തിലുള്ള മരണങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. പക്ഷെ എന്നാൽ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ മരിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ, മാസങ്ങളെ കൊണ്ട് ഭർത്താവ് മരിച്ചു പോവുക, അല്ലെങ്കിൽ ഭാര്യ മരിക്കുക. ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മൾ അങ്ങനെ ആകെ ഒലഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്മൃതിയായിട്ട് നമ്മെ അനുഗ്രഹിക്കും. അതേ സമയത്ത് അപോഹനം എന്ന് പറഞ്ഞാൽ അതിനെ മറക്കാൻ, തൽക്കാലം മറക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കും മറക്കുക എന്നുള്ളതല്ല, അതിനെ ഒന്ന് മാറ്റിവെച്ച് മുൻപിലേക്ക് നീങ്ങാനുള്ള ഒരനുഗ്രഹം അത് ഞാനാണെന്നാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ മസിൽ പവറാണ്, ഒന്നുമല്ല. ചില സമയത്ത് നമുക്ക് തോന്നും മതി, എനിക്കും ജീവിതം അവസാനിപ്പിക്കാം എന്ന്. അങ്ങനെ എത്ര നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ പല വേള, അല്ലേ? ഇനി ഞാൻ എങ്ങനെ ഞാൻ മുന്നോട്ട് നീങ്ങും, എന്താ ഞാൻ ചെയ്യാം? ഒരു നിർവാഹമില്ലല്ലോ ഭഗവാനെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സ്മൃതി പദത്തിൽ ചിലതൊക്കെ നമുക്ക് തന്ന് ചിലതിനെയൊക്കെ മാറ്റി വീണ്ടും ജീവിക്കാനുള്ള ഒരു പ്രേരണയായി, നിരന്തര പ്രേരണയായി ഞാൻ നിന്റെ ഉള്ളിലുണ്ട് എന്ന. ഈ ശ്ലോകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗീത ഒരുവനെ അനുഗ്രഹിക്കാൻ പോകുന്നതാണെന്ന് പറഞ്ഞത്. ഇത്രയും കരുത്തുറ്റ ശാസ്ത്രം വേറെ കാണില്ല ഇവിടെ. അപ്പൊ ആരാണ് അത് തരുന്നത്? നമ്മൾ വിചാരിച്ചോ നമ്മളെ ഈ അടുത്തുള്ളവരും അവരും ഒക്കെ വന്ന് സമാധാനിപ്പിച്ചിട്ടാണ് സമാധാനപ്പെട്ടതെന്ന്? അല്ല, ആരും വന്നിട്ടില്ലെങ്കിലും, ഒരാളും തൊട്ടടുത്ത വീട്ടുകാരനോ അയൽക്കാരനോ അവരോ ഇവരോ ഒന്നും വന്നിട്ടില്ലെങ്കിലും
ആരോ എന്നെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. ആരോ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, എങ്ങനെയാണെന്നറിയില്ല ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്ന്. ഇതാ ശ്ലോകത്തിൽ കണ്ടോളൂ. അഹം, അപോഹനം, സ്മൃതി, ജ്ഞാനം, മൂന്നിന്റെയും സമന്വയം ഇവിടെയാണ്. മൂന്നും എങ്ങനെ നമ്മെ അനുഗ്രഹിക്കുന്നു എന്ന്. അല്ല, നിങ്ങളൊരു കത്ത് പോസ്റ്റ് ചെയ്യാൻ തന്ന അത് ഇടാൻ മറന്നുപോയ മറവിയല്ല. ആ അപോഹനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ചിലതൊക്കെ നമുക്ക് എന്ത് എന്ന് വല്ലാത്തൊരു നടുങ്ങലായിരിക്കുന്നു പറയാം. ആ സമയത്ത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആലോചിക്കുക, ആരാണ് ഭഗവാൻ, എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സർവൈഹി വേദൈഹി ച, എല്ലാ വേദങ്ങളിലൂടെയും വേദ്യ, അറിയപ്പെടേണ്ടവൻ ഞാനാണ്. അഹമേവ, ഞാൻ തന്നെയാണ് അറിയപ്പെടേണ്ടത്. അഹമേവ വേദാന്തകൃത് വേദവിത്. വേദാന്തകൃത്, വേദത്തിന്റെ കർത്താവ്. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, അതിന്റെ അവസാനം, നിർണയം എന്നൊക്കെയാണ് അതിന്റെ താത്പര്യം. അത് ഞാനാണ്. വേദവിത്, അതിനെ അറിയുന്നവനും ഞാനാണ്. അഹമേവ, ഞാൻ തന്നെ, ഞാൻ മാത്രമാണ്. എന്റെ അനുഗ്രഹത്തിനായിട്ട് കാതോർക്കുക അല്ലെങ്കിൽ നമിക്കേണ്ടതില്ല. അനുഗ്രഹം നമ്മിലുണ്ട് എന്ന് പറയാം. ഇതൊക്കെയാണ് ഭഗവാൻ എന്നും, ഇത്തരത്തിലാണ് ഭഗവാൻ എന്നിൽ സംഭവിക്കുന്നതെന്നും, ഇതാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിഞ്ഞാൽ വലിയ ആശ്വാസം ഇനിയും കിട്ടും. അല്ലെങ്കിൽ ഭഗവാനെ പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയെ. ഇപ്പൊ നമ്മൾ മൂപ്പരെ ഇരുത്തിയിരിക്കുന്നത് ഗുരുവായൂരാണ്. പിന്നെ ശബരിമലയിലുണ്ട്, പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ ചോറ്റാനിക്കരയിലുണ്ട്. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മൂപ്പരെ ഇരിക്കുക. വേറെ വലിയ ഇടപാടൊന്നുമില്ല. പിന്നെ അവിടെ ഇരുന്ന് ചില ആളുകളെ അദ്ദേഹം അനുഗ്രഹിക്കുന്നത് കണ്ടാൽ നമുക്ക് അത്ഭുതം തോന്നില്ലേ? ഇല്ലേ? എങ്ങനെയൊക്കെയാ അദ്ദേഹം അനുഗ്രഹിക്കുന്നത്. ചിലർ 1-ാം തീയതി എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ എത്തും. ഈ 1-ാം തീയതിയും ഭഗവാനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. വെറുതെ ഇങ്ങനെ നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഓട്ടം ഓടിയിട്ട് ഒരു കാര്യമില്ല. ഈ 1-ാം തീയതിയും ഭഗവാനും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. വെറുതെ ഇങ്ങനെ നിങ്ങൾ പൊയ്ക്കോളൂ കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഓട്ടം ഓടിയിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നിങ്ങൾ ആരോട് പറയും? ഒരു ചെറിയ കുട്ടിയുടെ പെൻസിൽ പോയാൽ അവനുണ്ടാകുന്ന ആ വേർപാടിന്റെ, പെൻസിലിന്റെ വേർപാടിന്റെ അതുപോലും ഉണ്ടല്ലോ, അവനെ മാറ്റി അവന്റെ മനസ്സിനെ കരുത്തുറ്റതാക്കുന്നത് അഹമേവ, ഞാൻ തന്നെയാണ്. ഏതൊരാളുടെ അതെപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങളും മറ്റും ഉണ്ടായിട്ട് നമ്മൾ അതിനെ തരണം ചെയ്തു. മൃഗങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയൊന്നും ആവശ്യമില്ല എന്നാ. അതുകൊണ്ടാണ് നമ്മിൽ ഭഗവാൻ ഇത്തരത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞത്. മൃഗങ്ങൾക്ക് കുഴപ്പമില്ല. ഒരു പൂച്ചയെ സംബന്ധിച്ച് പൂച്ച 4 കുട്ടികളെ പ്രസവിച്ച ഒരെണ്ണത്തിനെ ശാപ്പിടും. നമുക്ക് സാധിക്കും? അതിന്റെ രക്ഷയാണ്. നോക്കൂ, പ്രകൃതി ഒരുക്കിയത് ഗർഭരക്ഷയാണ്. അതിനിപ്പോ വൈദ്യശാലയിൽ പോയിട്ട് അതിന് ഈ അനന്തര സുഖചികിത്സയ്ക്കൊന്നും അതിന് സൗകര്യമില്ലല്ലോ. നമുക്കൊക്കെ അതിന് ആളെ കിട്ടും ഇല്ലേ? ചെറുപയറിടാനും അങ്ങനെ തോഴിമാരും ഒക്കെ ആയിട്ട്. പൂച്ചയെ സംബന്ധിച്ച് അതില്ല. പൂച്ചയ്ക്ക് എലിയെ പിടിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ? അതിന്റെ കുട്ടികളെ മുലയൂട്ടണം. അപ്പൊ ആ മുലയൂട്ടണമെങ്കിൽ അത് എലിയെ പിടിക്കാൻ പോയാലോ ഇതിനെ വേറെ ആരെയും പിടിക്കും. നോക്കണം ഭഗവാൻ അതിനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ പാപബോധമൊന്നും ഉണ്ടാവില്ല. പിന്നെ പൂച്ച എങ്ങനെ ഇരുന്ന് ആലോചിക്കുക, പാവ ആ കുട്ടിയെ. ആ 4 കുട്ടികളിൽ ഉണ്ടാവുന്നതിൽ പൂച്ചയ്ക്ക് അറിയാമെന്ന ഏതിനെ ശാപ്പിടണമെന്ന്. അതുപോലും അറിയാം. ആരാണ് ഈശ്വരൻ എന്ന വിചാരം? എടോ, നീ ഇങ്ങനെയൊരു ഈശ്വരനെ അറിയാതെ നീ ഏതമ്പലത്തിലും പള്ളിയിലും ഒക്കെ ഇറങ്ങുന്നത്? നമുക്ക് വീണ്ടും ചോദിക്കാനുള്ള താല്പര്യം അതാണ്. നിങ്ങൾ എവിടെ കറങ്ങണത്? ഈ അറിവില്ലാതെ ഈ കറക്കം അദ്ദേഹത്തിന് എത്ര അപമാനിക്കാൻ പറ്റുമോ അത്രയും അപമാനിക്കുക. വേറെ ഒന്നുമല്ല എന്ന് പറയും. അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ആ അനുഗ്രഹം എത്ര കാലമായി ഞാൻ ഈ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിട്ട്, ഈ ഒരു അനുഗ്രഹത്തിലല്ലേ ഞാൻ ഇതുവരെ ജീവിച്ചത്? എന്നിട്ട് ഞാനിങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയായിരുന്നു. എവിടെ?
സ്വാമി, ഞാൻ ഭാഗവതം വായിച്ചു, അല്ലെങ്കിൽ ഭാഗവതം കുറെ കേട്ടു, ഞാൻ അവിടെ പോയി ഇവിടെ പോയി, എന്നിട്ടൊന്നും എന്റെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഒരു വിദ്വാൻ ഇവൻ വിചാരിച്ചു പ്രശ്നം പരിഹരിക്കാൻ ഇതൊക്കെ ഇവനേ പ്രശ്നക്കാരനാ. ശാന്തിമന്ത്രം ചൊല്ലുന്നത് അങ്ങനെയാ. ഓം പ്രശ്നമിതം പ്രശ്നമിതം പ്രശ്നമുദിച്ച് പ്രശ്നസ്യ പ്രശ്നമാതാ പ്രശ്നമേവ അവശിഷ്യത്തെ ഓം അശാന്തി ശാന്തി ശാന്തി. ഇല്ലേ? പ്രശ്നത്തിൽ നിന്ന് പ്രശ്നം, പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തെ എടുത്തു മാറ്റിയാൽ വീണ്ടും പ്രശ്നം, പ്രശ്നമേവ അവശിഷ്യത. ഇങ്ങനെ ഈ യുക്തിവാദികൾ എന്ന് പറഞ്ഞു ഒരു യുക്തിയില്ലാത്ത നിരീശ്വരവാദികളൊക്കെ ഉണ്ട്. ആശയത്തെ ആമാശയം കൊണ്ട് നേരിടുന്നവര് ഒരു രക്ഷയില്ല എന്ന് പറയാം. കാരണം അവരൊക്കെ അവരുടെ എല്ലാ കിതാബും മടക്കി വയ്ക്കും. ഭഗവത്ഗീത 15-ാം അധ്യായം മാത്രം വിചാരം ചെയ്താൽ ആരാണ് ഈശ്വരൻ എന്ന് പറയുന്നത്, അഹം എന്ന് പറയുന്നത് ആരാണ്? പക്ഷെ അവർ ധരിച്ചിരിക്കുന്നു ക്ഷേത്രങ്ങൾക്കകത്തിരിക്കുന്ന ഒരു ഈശ്വരനെയാണ് അവർ നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ശാസ്ത്രത്തിന്റെ പ്രചരണം നടന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ മതം മാറ്റും, എല്ലാ പരിപാടിയും നിൽക്കും. ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ അഴിമതികളും ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ വെറുതെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം കളവ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്തന്മാർക്ക് വലിയൊരു വിഷമാണ്. ഇപ്പോഴും ഗുരുവായൂരിൽ എന്തോ ഒരു സാധനം കാണാത്തതിൽ ഇല്ലേ വിഷമാണ്. അല്ല, നിങ്ങൾ ആലോചിക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ അവിടുന്ന് നഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ ഏതോ ഒരു വെള്ളി ഉരുളിയോ സ്വർണ്ണ ഉരുളിയോ എന്തോ ഒന്നും ഇപ്പോഴും കാണാനില്ല, കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും. അവിടെ പോകുന്ന പലരും ചോദിച്ചു കേട്ടിട്ടുണ്ട്, അല്ല അത് തങ്ക അങ്കിയോ എന്തോ ഒരു സാധനം, ആർക്കോ അതിൽ പങ്കുണ്ടെന്നും എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്വാമിക്ക് അതൊന്നും അറിയില്ല. നമ്മൾ ചോദിക്കുന്നത്, ഇവിടെ ഹെക്ടർ കണക്കിന് മരങ്ങൾ മുറിച്ച് നശിപ്പിച്ചു, വയനാടൻ കുന്നുകളൊക്കെ ക്ലീൻ ഷെയ്വ് ചെയ്തിരിക്കുക പലതും. ഏതെങ്കിലും ഒരു ഭക്തന് എന്തെങ്കിലും ഒന്നൊരു നോവുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല എന്ന് പറയും. പക്ഷെ ഒരു വിഗ്രഹം എവിടെയെങ്കിലും കാണാതെ പോയാൽ ഇവനാകെ വിഷമാണ്. ഒരു ക്ഷേത്രം തകർന്നാൽ, ഏതെങ്കിലും ഒരു ഭാഗം ഇടിഞ്ഞാൽ അവന് വലിയ പ്രശ്നം. ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ മതി. ഒരു പുതിയ ഭക്തന്മാര്, ഭഗവത്ഗീതയിൽ പറയുന്ന, വ്യാസൻ പറയുന്ന ഭക്തൻ ഇവിടെ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭാഗവതത്തിൽ പറയുന്ന ഭക്തൻ ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ഗീത അങ്ങേയറ്റം, ഗീതാ വിചാരം, ഗീതാ പാഠനം, ഗീതാ പഠനം വളരെ ശ്രദ്ധ അർഹിക്കണം. ഭഗവാൻ ആരാന്ന് പറഞ്ഞു തരിക, എങ്ങനെ എന്നിൽ ഭഗവാൻ ഇരിക്കുന്നു, എങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം ഞാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. ഇത് ഏതെങ്കിലും യുക്തിവാദിക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവനുണ്ടാവുന്നില്ലേ ജീവിതത്തിലെ ദുരന്തങ്ങൾ? യുക്തിവാദി ബന്ധങ്ങളെ ഛേദിച്ചവനാണോ? അവന് അമ്മ, അച്ഛൻ, ഭാര്യ, ഭർത്താവ് ഇത്യാദി ബന്ധങ്ങളൊന്നുമില്ലേ? അതിലൊക്കെ ഉണ്ടാവുന്ന വേർപാട് അവനുണ്ടാവാറില്ലേ? അവന് സ്മൃതിയില്ലേ? അവന് ജ്ഞാനമില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ സ്വയം ആലോചിക്കുക, കുറച്ചു കാലം ഞാൻ ഇങ്ങനെ യുക്തിവാദിയായി നടന്നുവല്ലോ, എന്നിട്ട് എന്താ കാര്യം? യുക്തിവാദിയെ സംബന്ധിച്ചുള്ള ആകെ ചോദ്യം, ഈ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവര് അവരായിട്ട് അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ചോദിക്കുന്നത് എവിടെ നിങ്ങളുടെ ഈശ്വരനാ? അവർ പറയുന്ന ന്യായങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? സ്വാമി പറഞ്ഞുതരാം. ഗുരുവായൂർക്ക് പോകുന്ന അയാള് ആക്സിഡന്റായി മരിച്ചുവല്ലോ, എന്തുകൊണ്ട് ഗുരുവായൂരപ്പൻ രക്ഷിച്ചില്ല? ശബരിമലയിൽ വിളക്കിന്റെ സമയത്ത് മണ്ണിടിഞ്ഞ് കുറെ പേര് മരിച്ചുവല്ലോ. ഹജ്ജിന് അവിടെ ആ ടണലിൽ പെട്ട് കുറെ ആളുകൾ മരിച്ചുവല്ലോ. ജെറുസലേമിൽ അങ്ങനെയായല്ലോ, ഇങ്ങനെയായല്ലോ, അതുകൊണ്ട് ഭഗവാൻ അവിടെയൊന്നുമില്ല. ഇവരെ സംബന്ധിച്ച് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭക്തനെ ചിരഞ്ജീവിയായിട്ട് വാഴിക്കുന്ന ഒരാളാണെന്നാണ് അവരങ്ങനെ ധരിച്ചിരിക്കുന്നു. അതിൽ ഒരു യുക്തിയുമില്ല. അങ്ങനെയുള്ളവരോടൊന്നും സംസാരിക്കാതിരിക്കുക ഏറ്റവും നല്ലത്. നമ്മുടെ ഊർജം വെറുതെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ വഴിയിൽ ചിന്തിക്കൂ, എങ്ങനെയാണ് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെയും അനുഗ്രഹിക്കുന്നത്. അഹം സർവസ്യ ഹൃദി സന്നിവിഷ്ട, എന്നിലാണ് സ്മൃതി ജ്ഞാനം അപോഹനം, സർവൈഹി വേദൈഹി വേദ്യ, എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടവൻ ഞാനാണ്, വേദാന്തകൃത്, വേദത്തിന്റെ കർത്താവും വേദത്തെ അറിയുന്നവനും അഹമേവ, ഞാൻ തന്നെ.
ഇനി ഭഗവാൻ ഈ അധ്യായത്തിന്റെ താത്പര്യത്തെ അവതരിപ്പിക്കുന്നു. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരഃ സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ദ്വൗ ഇമൗ പുരുഷൗ ലോകേ ക്ഷരഃ ച അക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥഃ അക്ഷര ഉച്യത്തെ. ഭഗവാൻ രണ്ട് പുരുഷന്മാരെ ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഭഗവാനെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുന്നു, ലോകത്തില് ക്ഷര ച അക്ഷര ച ഇമൗ ദ്വൗ ഏവ പുരുഷൗ. ഈ പ്രപഞ്ചത്തില് ലോകത്തില് ക്ഷരമെന്നും, ക്ഷരം എന്ന് പറഞ്ഞാൽ നശിക്കുന്നത്, ക്ഷരതി ഇതി ക്ഷരം, ക്ഷയിക്കുന്നത്, നശിക്കുന്നത്. പിന്നെയോ അക്ഷര, നക്ഷരം, നശിക്കാത്തത്. ഇവിടെ നശിക്കുന്നതും നശിക്കാത്തതുമായിട്ട് ഇമൗ ദ്വൗ ഏവ, ഈ രണ്ട് പുരുഷന്മാർ, പുരുഷ പ്രകൃതികൾ. ഇതിന് ലിംഗവാചിയായ പുരുഷനുമായിട്ട് ഒരു ബന്ധവുമില്ലേ? മുണ്ടുടുത്ത് മീശ വെച്ച് താടി വെച്ച പുരുഷനാണോ? അല്ല. അപ്പൊ ഇവിടെ സ്വാമി 15-ാം അധ്യായത്തിൽ എന്താ ഞങ്ങളെക്കുറിച്ച് പറയാത്തത്? നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. സ്ത്രീകളെ കുറിച്ച് ഇവിടെ സ്ത്രീ പുരുഷൻ എന്നുള്ളതല്ല ഇവിടെ പറയുന്നത്. പുരേ ശയനാത് പൂർണ്ണത്വാത്, ഇങ്ങനെയുള്ള പുരുഷനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങളൊക്കെ പുരുഷന്മാരാ, ഇതിലിരിക്കുന്ന എല്ലാവരും പുരുഷന്മാരാണെന്ന് പറയാം. രണ്ട് പുരുഷന്മാർ. തത്ര, അതില് ഭൂതാനി സർവാണി ക്ഷര, സർവാണി ഭൂതാനി ക്ഷര എന്ന് പറയാം. എല്ലാ ഭൂതങ്ങളും ക്ഷരം, നശിക്കുന്നതാണ്. ഭൂതങ്ങളെല്ലാം നശ്വരം, നശിക്കുന്നത്. ഇനി പറയുന്നു കൂടസ്ഥഃ. കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ കൂടം ഇവ തിഷ്ഠതി, കൂടം പോലെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാറ്റത്തിന് മാറാതെ മാറാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ആ കൊല്ലന്റെ ആലയിൽ ഉള്ളതിനെ കൂടം എന്ന് പറയുന്നത്. കൊല്ലന്റെ ആലയിൽ ഇട്ട് ഇരുമ്പിന്റെ പണിയെടുക്കുന്ന അടിയിലുള്ള സാധനം ഉണ്ടല്ലോ, ഇരുമ്പ്, അത് കൂടം എന്നാണ് പറയുക. അപ്പൊ കൂടസ്ഥൻ എന്ന് പറഞ്ഞാൽ മാറാത്തത്. അവനെ അക്ഷരഃ ഉച്യതേ, അക്ഷരൻ എന്ന് പറയും. അക്ഷരം, നാശരഹിതം. അപ്പൊ നശിക്കുന്ന പുരുഷനും നശിക്കാത്ത പുരുഷനും, ആ രണ്ട് പുരുഷന്മാരെ കുറിച്ച് ഭഗവാൻ പറയുന്നു. ഒന്ന് നശിക്കുന്നത്, ഒന്നിന് നാശമുണ്ട്, ഒന്നിന് നാശമില്ല. നാശമുള്ളത് ഏതാണ്? സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും നാശമുള്ളതാണ്. എന്നാൽ കൂടസ്ഥനായിട്ടുള്ള ഒരു പുരുഷൻ അക്ഷരൻ എന്ന് പറയുന്നു. ഇനി വേറൊരു പുരുഷനെ പറയുന്നു. ഇങ്ങനെ ഒരു 2-3 പുരുഷന്മാര് ഇവിടെ വരുന്നുണ്ട്. നോക്കാം നമുക്ക്. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഈ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതിക്ക് 2 ഭാവങ്ങളുണ്ട്. ഒന്ന് ക്ഷരമായതും ഒന്ന് അക്ഷരമായതും. അതിൽ ഭൂതങ്ങളെല്ലാം ക്ഷരമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം മാറുന്നതാണ്. ഓരോ രീതിയിൽ പറഞ്ഞു വരുന്നു എന്നേ ഉള്ളൂ. ഓരോ പേരുകൾ കൊടുക്കുകയാണ്. പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട, പേര് കേൾക്കുമ്പം പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാം. കാര്യം ഇങ്ങനെയാണ്. അതായത് പ്രകൃതിയുടെ 2 ഭാവങ്ങൾ, ഒന്ന് നശ്വരം, ഒന്ന് അനശ്വരം. അതിൽ നശ്വരമാണ് ഭൂതങ്ങൾ. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭവിച്ചിട്ടുള്ളത്, ഭൂസത്തായ ഭവിച്ചത്. ഭവിച്ചതിനെല്ലാം, ഉണ്ടായതിനെല്ലാം ഇല്ലായ്മയുണ്ട്. എങ്ങനെ? എന്താണ് ഉണ്ട് എന്ന് പറയുന്നത്? എന്താണ് ഇല്ല എന്ന് പറയുന്നത്? എന്താണ്? അതായത് നാമരൂപങ്ങൾ. ഇതോർത്താ മതി. മായാപഞ്ചകം എടുത്തപ്പോ ഓർമ്മ വന്നുവല്ലോ, നാമവും രൂപവും, അതാണ് ഇല്ലാത്തത്. അപ്പൊ പ്രകൃതിയിൽ നാമരൂപങ്ങളോട് കൂടിയിട്ടുള്ളതിന് നമുക്ക് എന്തു പറയാം? ക്ഷരപുരുഷനെന്നും, നാമരൂപങ്ങളില്ലാത്ത അതിനെ അക്ഷരപുരുഷനെന്നും പറയാം. ഇനി തുടർന്ന് ഭഗവാൻ പറഞ്ഞു, ഉത്തമ പുരുഷഃ തു അന്യഃ പരമാത്മാ ഇതി ഉദാഹൃതഃ യഹ ലോകത്രയം ആവിശ്യ ബിഭർത്തി അവ്യയ ഈശ്വരഃ. തുടർന്ന് പറയുന്നു, പരമാത്മാ ഇതി ഉദാഹൃതഃ അവ്യയ യഹ ഈശ്വര ലോകത്രയം ആവിശ്യ ബിഭർത്തി ഉത്തമ പുരുഷഃ തു അന്യഃ.
പറയുന്നു. പരമാത്മാ ഇതി, പരമാത്മാവ് എന്ന് ഉദാഹൃത, ഉദാഹരിക്കപ്പെട്ടവനായി അറിയപ്പെട്ടവനായിട്ട് അവ്യയ, അവ്യയം എന്ന് പറഞ്ഞാൽ നാശരഹിതനായിട്ടുള്ള യഹ ഈശ്വര, യാതൊരു ഈശ്വരൻ ലോകത്രയം ആവശ്യ ബിഭർത്തി, 3 ലോകങ്ങളെയും ആവേശിച്ച് ഭരിക്കുന്നുവോ. നമ്മെ സംബന്ധിച്ച് 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ 3 അനുഭവ മണ്ഡലങ്ങൾ, മറന്നുപോകരുത്. 3 അനുഭവ മണ്ഡലങ്ങളാണ് നമ്മെ സംബന്ധിക്കുന്ന 3 ലോകങ്ങൾ. ഒന്നാമത്തത് ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ജാഗ്രത അവസ്ഥയിൽ ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ രുചിച്ചു, ഞാൻ സ്പർശിച്ചു, ഞാൻ ഘ്രാണിച്ചു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതാണ്. ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെടെയുള്ള മനസ്സ്, ഇന്ദ്രിയങ്ങൾ മനസ്സിനെ അധിഷ്ഠാനമാക്കി അത് ഓരോ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ഒന്നാമത്തെ അനുഭവമണ്ഡലത്തെ അനുഭവിക്കുന്ന ഞാൻ, അല്ലേ? രണ്ടാമത്തെ അനുഭവം സ്വപ്നം എന്ന് പറയാം. ഒരു ലോകത്തെ ഞാൻ ഉണ്ടാക്കി അനുഭവിക്കുന്നു. സുഷുപ്തി, ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള അജ്ഞാനം. ഇതിനെ പുരാണത്തില് ഭൂമിയെന്നും സ്വർഗമെന്നും പാതാളമെന്നും. വ്യഷ്ടിയില് ഭൂലോകത്തെ നാം അനുഭവിക്കുന്നത് ഈ ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങളാകുന്ന ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ടുമാണ്. ഇപ്പൊ ജാഗ്രത അവസ്ഥയാണ്. ഇത് നാം ഈ ഭൂലോകത്തെ അനുഭവിക്കുന്നതാണ്, ഭൂലോകം. രണ്ടാമത്തേത് സ്വപ്നം. സ്വപ്നത്തിലാണ് സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്. മനസ്സ് കൽപ്പിച്ചതാണ് സ്വപ്നം. അവിടെ ഒരു ലോകമുണ്ട്, വിശാലമായ ലോകം. അത് ഞാൻ സൃഷ്ടിച്ചതാണ്. എനിക്ക് സൃഷ്ടിക്കാൻ കിട്ടിയത് എന്താണ്? ജാഗ്രത അവസ്ഥയിലെ അനുഭവങ്ങൾ. ജാഗ്രത അവസ്ഥായാം യത് ദൃഷ്ടം യത് ശ്രുതം തജ്ജനിതവാസനയാം നിദ്രാസമയെ. ജാഗ്രത അവസ്ഥയിൽ കണ്ടതും കേട്ടതിനെ അനുസരിച്ച് നിദ്രാസമയത്തിൽ ഞാനൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതിനാണ് സ്വപ്നം എന്ന് പറയാം. പക്ഷെ ഞാൻ മനഃപൂർവ്വം സൃഷ്ടിക്കുന്നതാണോ? അല്ല. അങ്ങനെയാണ് ഈ നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സൃഷ്ടിക്കായിരുന്നു. ഈ കുട്ടിച്ചാത്തൻ ഇങ്ങനെ വരുന്നത് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ലേ, അല്ലേ? കണ്ണടച്ച ഉടനെ കാണുന്നത് ഇതാണ്. ഗാഢസുഷുപ്തി എന്ന് പറഞ്ഞാൽ പാതാളം. പാതാളം എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച, ഗർത്തത്തിലേക്കുള്ള വീഴ്ച. അതാണ് ഒന്നും അറിഞ്ഞില്ല എന്നൊരു അജ്ഞാനാവൃതമായിട്ടുള്ള ഒരനുഭവം. അതാണ് സുഷുപ്തി. അവിടെ ഞാനൊന്നും അറിഞ്ഞില്ല എന്നറിയാനൊരു ഞാനുണ്ട്. ഈ ഞാനുമായിട്ടിരിക്കുന്നതിനെയാണ് നാലാമത്തേത് എന്ന് പറയുന്ന തുരീയം എന്ന് പറഞ്ഞത്. അപ്പൊ 3 ലോകങ്ങളെ ലോകത്രയം ആവശ്യ ബിഭർത്തി ഈശ്വര എന്ന് പറഞ്ഞാൽ എന്നിലെ 3 ലോകങ്ങളെ ഭരിക്കുന്നവൻ ഭഗവാൻ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും 3 ലോകങ്ങളെ ഇങ്ങനെ എടുത്ത് 3 ഗോളങ്ങളെ ഉരുട്ടി കളിക്കുന്ന ഒരാള് എന്നല്ല. അതെന്തെങ്കിലും ആവട്ടെ. ഇവിടെ എന്നെ സംബന്ധിക്കുന്ന ഈശ്വരൻ ഞാൻ എന്ന ബോധം തന്നെയാണ്. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന അറിവുണ്ടല്ലോ, അത് എന്നിലെ ഈ 3 ലോകങ്ങളെയും പ്രകാശിപ്പിച്ചവനാണ്. ഈശ്വര ലോകത്രയം ആവശ്യ ബിഭർത്തി. 3 ലോകങ്ങളെയും ആവേശിച്ച് പ്രവേശിച്ച് ഭരിക്കുന്നുവോ ഉത്തമ സ ഉത്തമ. ആ ഉത്തമനായ പുരുഷ തു, ആ പുരുഷനാകട്ടെ അന്യ, അവൻ വേറെയാണ് എന്ന് പറയാം. ഭഗവാൻ ഇവിടെ വേറൊരു പുതിയ പുരുഷനെയും കൂടെ അവതരിപ്പിച്ചു. ഏതാണ്? ഉത്തമ പുരുഷൻ. ഒന്നാമത്തെ പുരുഷൻ ക്ഷരപുരുഷൻ, രണ്ടാമത്തത് അക്ഷരപുരുഷൻ, മൂന്നാമത്തത് ഉത്തമ പുരുഷൻ. ഇനി വല്ല പുരുഷന്മാരുണ്ടോ സ്വാമി? നോക്കാം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദപി ചോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിത പുരുഷോത്തമഃ. യസ്മാത് ക്ഷരം അതീതഃ അഹം അക്ഷരാദപി ച ഉത്തമഃ അതഃ അസ്മി ലോകേ വേദേ ച പ്രതിതഃ പുരുഷോത്തമഃ. പറയുന്നു ഭഗവാൻ, യസ്മാത് യാതൊന്ന് ഹേതുവായിട്ട് അഹം ഞാൻ ക്ഷരം അതീതഃ ഞാൻ ക്ഷരമായതിനെ അതിവർത്തിച്ച് അതീതമായി ക്ഷരപ്രകൃതിയെ നശ്വര പ്രപഞ്ചത്തെ അതിവർത്തിച്ച് അക്ഷരാദപി ഉത്തമഃ അക്ഷരത്തെക്കാളും ഉത്തമനായി എന്ത് ചെയ്യുന്നു? ലോകേ ഈ ലോകത്തില് വേദേച്ച വേദത്തിലും പുരുഷോത്തമ പ്രതിതഃ എന്നെ
പുരുഷോത്തമൻ എന്ന് അറിയപ്പെടും. അപ്പൊ ഭഗവാനെ അറിയപ്പെടണം എന്ത്? പുരുഷോത്തമൻ എന്ന്. ആരാ ഈ പുരുഷോത്തമൻ? നമുക്ക് തന്നെ പല റോളും ഉണ്ടല്ലോ അല്ലേ? നമ്മളിപ്പോ സ്വാമിജി ഈ അധ്യായത്തിൽ നല്ല രസമായിട്ട് ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു. അപ്പൊ അയാൾ ആരായി? അച്ഛനായി ഇല്ലേ? അപ്പോഴാണ് അയാൾ അച്ഛനായി എന്ന് വലിയ സന്തോഷത്തിൽ നേഴ്സ് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു, ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോ ഉടനെ അയാൾ അതുവരെ അച്ഛനായിരുന്നില്ല, പെട്ടെന്ന് അയാളിലേക്ക് അച്ഛത്വം വന്നു. അല്ലേ? അതെ, പെട്ടെന്നാണ് അറിഞ്ഞത് അല്ലാതെ അയാളുടെ ഭാര്യയല്ല, വേറെ ഒരു ഭാര്യയാണ്. ഉടനെ അച്ഛത്വം നഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെയാണ് അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട് എന്ന് അറിഞ്ഞത്. ഞാനൊരു തമാശ കേട്ടിരുന്നു. ഒരു കുട്ടിയാണെങ്കിലാണ് അത്ര പാരന്റ്, 2 കുട്ടിയാണെങ്കിൽ റബ്ബറിയാണെന്നാണ്. കാരണം ഇവരുടെ അടിക്ക് കാത്തു നിൽക്കണേ. അപ്പൊ അതേ സമയത്ത് അദ്ദേഹം മകനാണ്, വേറൊരാളുടെ അച്ഛനാണ്, അച്ചാച്ചൻ, ഇങ്ങനെ പലതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭഗവാൻ ഇങ്ങനെയൊരു ഒരേ സമയത്ത് ഞാൻ എങ്ങനെ ക്ഷരനായി, അക്ഷരനായി, ഉത്തമനായി, പുരുഷോത്തമനായി എന്നൊക്കെ പറഞ്ഞു തരികയാണ്. ഒരേ സമയത്ത് ഞാൻ എങ്ങനെ ക്ഷരനായി, അക്ഷരനായി, ഉത്തമനായി, പുരുഷോത്തമനായി എന്നൊക്കെ പറഞ്ഞു തരികയാണ്. അത് പലതാണ് എന്ന് കരുതണ്ട. ഭഗവാൻ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ യാതൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ഞങ്ങളെ കുഴപ്പത്തിലാക്കുകയാണല്ലോ ഇടയ്ക്കിടയ്ക്ക്. അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമുക്ക് നന്നായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് പറയാം. അതുകൊണ്ട് യസ്മാത് നമ്മളൊന്ന് ആലോചിക്കും. നമുക്ക് എന്തെങ്കിലും ആശയങ്ങൾ മനസ്സിലാകാൻ വിഷമമുണ്ടെങ്കിൽ, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ഈ വ്യവസ്ഥീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ കുഴപ്പമുണ്ടാവുന്നത്. ചിലതൊക്കെ നമ്മൾ ശ്ലോകം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, അതാണ് ഈ കുഴപ്പം. ഒന്നൊരു മനനം ആവശ്യമാണ്, ശ്രവണാനന്തരമുള്ള മനനം. അപ്പൊ അത് തെളിഞ്ഞു കിട്ടും. വ്യവസ്ഥീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമാണ്. അത് ഏതുപോലെ നിങ്ങൾക്കത് സ്വാമി പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. വേണമെങ്കിൽ ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞു തരാം. കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രി, പേരൊന്നും സ്വാമി പറയില്ല, അദ്ദേഹം പെട്ടെന്നൊരു പരിപാടി സംഘടിപ്പിച്ചു. അപ്പൊ അതിന് ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ട്. പെട്ടെന്ന് മുഖ്യമന്ത്രി വരുമ്പോ ആരുമില്ലാത്തൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അപ്പൊ പറ്റാവുന്നവരെ വേഗത്തിൽ അറിയിച്ചു നിങ്ങളൊക്കെ. അപ്പോ കുറച്ച് സ്വാതന്ത്ര്യമുള്ളത് അദ്ദേഹത്തിന്റെ വകുപ്പും കാര്യമൊക്കെ പോലീസാണ്. അപ്പൊ അവരോട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് മുണ്ടും അതും ഇതൊക്കെ കൊടുത്ത് അവരൊക്കെ ആയിട്ട് വന്നോളാൻ പറഞ്ഞു. ഭാര്യ എങ്ങനെയെങ്കിലുമൊക്കെ CM വരുന്നതാണെന്ന് മാനം കാക്കണം എന്നൊക്കെ. അപ്പൊ ഹോള് ഫുള്ളാണ്. CM വരലും എല്ലാവരും എഴുന്നേറ്റ് ഒരു സല്യൂട്ട് അടി. അപ്പൊ മൂപ്പർക്ക് മനസ്സിലായി ഇതാരായി ഇരിക്കുന്നത്. കാരണം അവർ വ്യവസ്ഥീകരിക്കപ്പെട്ടവരാണ്. അവർക്കൊരിക്കലും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ സല്യൂട്ട് അടിക്കാതിരിക്കാൻ പറ്റില്ല. അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതാണെന്ന് തോന്നരുത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം, നിങ്ങളുടേതായിട്ടുള്ള കാഷ്വൽ ഡ്രസ്സിൽ വന്നോളൂ, മുടി വരെ അങ്ങനെയൊന്നും ചെയ്യണ്ട, ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെയാ പറഞ്ഞത്. പക്ഷേ ഇദ്ദേഹം വന്ന് കയറലും അതടിച്ചു എന്ന് പറയാം. ഒരിക്കലും ഒരാള് അദ്ദേഹത്തിന് പന്നിയെ വളർത്തുകയായിരുന്നു, പന്നി വളർത്തൽ. അപ്പൊ ഈ ഒരാളിങ്ങനെ കടന്നു പോകുമ്പം ഈ പന്നികൾക്കൊക്കെ ഭ്രാന്ത് വന്നു എന്നൊരു സംശയം. എന്താണ്, പന്നികൾ ഇങ്ങനെ ഓടി വരുന്നു അദ്ദേഹത്തിന്റെ വേലിയുടെ അടുത്തേക്ക്. എന്നാൽ കുറച്ചു നേരം അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു പോകും, വീണ്ടും ഇങ്ങനെ ഓടി വരും, വീണ്ടും തിരിച്ചു പോകും. ഇത് കണ്ട ഒരാൾ ചോദിച്ചു, എന്തു പറ്റിയെന്ന്. ഒന്നും പറയണ്ട. എന്താ? അതെ, ഞാൻ ഇവർക്ക് തീറ്റ കൊടുക്കാറ്, ഞാൻ ഈ വളപ്പിൽ ഇതിനെ അങ്ങോട്ട് പറഞ്ഞു വിടും. തീറ്റ കൊടുക്കാൻ സമയമാകുമ്പോൾ ഞാൻ ഈ വേലിയിൽ ഇങ്ങനെ മുട്ടും, വലിയ വടിയുണ്ട്, അതുകൊണ്ട് മുട്ടിക്കഴിഞ്ഞാൽ അവർ വരും. അപ്പോഴാണ് ഞാൻ ഈ ഭക്ഷണം കൊടുക്കുക. അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു നശിച്ച മരംകൊത്തി കാരണം ഒരു രക്ഷയില്ല. ഈ മരംകൊത്തി ഇങ്ങനെ കൊത്തുമ്പോൾ പന്നികൾ ഓടി വരും. പന്നികൾ വ്യവസ്ഥീകരിക്കപ്പെട്ടു.
മൃഗങ്ങളെയൊക്കെ ഈ സർക്കസിൽ വ്യവസ്ഥീകരിക്കുന്നതാണ് അത്രേ. നമ്മൾ കേട്ടിട്ടുണ്ട് കരടിയെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. കരടിയെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് വളരെ ചൂടാക്കിയിട്ടുള്ള ഒരു ഇരുമ്പ് പ്ലേറ്റിലേക്ക് കരടിയെ എടുത്തിടും. ആ സമയത്ത് ചെണ്ട കൊട്ടും മുറുക്കിയിട്ട്. ഇങ്ങനെ ഒരു 10 ആവർത്തി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഒരു ഇതിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് ചെണ്ട കൊട്ടിയാൽ ഇത് എഴുന്നേറ്റ് തുള്ളാൻ തുടങ്ങും. എന്താ ഈ ചൂട് കൊണ്ട് തുള്ളുന്നതാ, അല്ലാതെ ഡാൻസ് തുള്ളല്ല അത്. ഇങ്ങനെ മൃഗങ്ങളെയും എന്തിനു വേണമെങ്കിലും വ്യവസ്ഥീകരിക്കാം. ഭക്തന്മാരുടെ കേസിൽ വ്യവസ്ഥീകരിക്കപ്പെടുന്നുണ്ട് പലതിലും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ, ആത്മാ എന്ന് പറഞ്ഞാൽ, പുരുഷൻ എന്ന് പറഞ്ഞാൽ, ക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാൽ, അക്ഷരപുരുഷൻ എന്ന് പറഞ്ഞാലൊക്കെ. അതുകൊണ്ട് മനനമേ ഇവിടെ നമ്മെ സഹായിക്കുള്ളൂ. അതുകൊണ്ട് മനനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവും. തുടർന്ന് ഭഗവാൻ പറയുന്നു, യോ മാമേവമസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യഹ മാം ഏവ അസമ്മൂഢഃ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഹേ ഭാരത. അപ്പം ഭഗവാൻ അശ്വത്ഥ വൃക്ഷത്തെ പറഞ്ഞുകൊണ്ട് ഇവിടെ പുരുഷനിലേക്കും ക്ഷരപുരുഷനിലേക്കും അക്ഷരപുരുഷനിലേക്കും ഒക്കെ വന്നു. എങ്ങനെയാണ് ഇതിനെ നമ്മൾ യോജിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഭഗവാൻ ആദിയിൽ അല്ലെങ്കിൽ ഈ അശ്വത്ഥ വൃക്ഷത്തിന്റെ വേര് മുകളിലാണെന്നും അതിന്റെ ശാഖകൾ താഴെയാണെന്നും പറഞ്ഞുവല്ലോ. നമുക്ക് വേണമെങ്കിൽ ഈ സംസാര വൃക്ഷത്തെ എന്തായിട്ട് പറയാം? ക്ഷരപുരുഷനായിട്ട് കാണാം. സംസാര വൃക്ഷത്തെ ക്ഷരപുരുഷനായിട്ടും ആ സംസാര വൃക്ഷത്തിന്റെ ബീജമായി ഏതൊന്നാണോ നിലകൊണ്ടത് അതിനെ നമുക്ക് എന്തു പറയാം? അക്ഷരപുരുഷനെന്നും, ഈ ബീജത്തെയും അതിക്രമിച്ച് നിൽക്കുന്ന ഏതൊന്നിലേക്കാണോ അതിന്റെ വേരുകൾ ആഴ്ന്നു പോയത് അതിനെ, ആ ബ്രഹ്മത്തെ ഇവിടെ എന്താണ്? പരമാത്മാവിനെ പുരുഷോത്തമൻ എന്നും പറയാം. കാരണം വൃക്ഷത്തേക്കാൾ സൂക്ഷ്മമാണ് ഏത്? ആ വിത്ത്. വിത്തിലെല്ലാം അന്തർലീനമാണ്. എന്താണോ ആയിത്തീരേണ്ടത് അത് അതിൽ രഹസ്യമായി നിലകൊള്ളും. അതുകൊണ്ട് അതിനെ അക്ഷരപുരുഷനെന്നും പുരുഷോത്തമനെന്ന് ഇതിനു മുഴുവൻ കാരണമായിട്ടുള്ളതിനെയും പറയാവുന്നതാണെന്ന് പറയാം. എന്നിട്ട് ഭഗവാൻ ഈ അധ്യായത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത ശ്ലോകങ്ങളെ കൊണ്ട്. പറയുന്നു, ഹേ ഭാരത, അല്ലയോ അർജുന, അസമ്മൂഢഃ, അജ്ഞാനിയല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനനം ചെയ്ത് ഒന്ന് സാവകാശം ഇരുന്ന് ആലോചിക്കുന്നവൻ ഈ മൂഢനല്ലാത്തവൻ. മൂഢനെ സംബന്ധിച്ച് എളുപ്പം തീരുമാനങ്ങൾ എടുക്കും. എന്തിനും അയാൾക്കൊരു ഉത്തരവുണ്ട് എന്ന് പറയാം. ഒരിക്കലും ഒരാളോട് ചോദിച്ചു, കുട്ടിക്ക് രാവിലെ ആവുമ്പോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു തൂക്കിപ്പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു ആലസ്യം, അങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുക, ഒരുമാതിരി മദ്യം കഴിച്ചതുപോലെ. അപ്പൊ പലരുടെ അടുത്തും കൊണ്ടുപോയി. അങ്ങനെയാണ് ഈ അജ്ഞാനിന്റെ അടുത്ത് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുട്ടിക്ക് രാത്രി പാല് കൊടുക്കാറുണ്ടോ ചോദിച്ചു. അതെ. എന്നാ അത് തന്നെയാ. അതെങ്ങനെയാ പാല് കുടിച്ചാൽ രാവിലെ? ഞാൻ പറഞ്ഞുതരാം. അതായത് പാല് കുടിച്ച കുട്ടി കിടക്കും. കിടന്നു കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിയും. അപ്പൊ പാല് ഉള്ളിൽ നിന്ന് കടയും. അപ്പൊ അത് തൈരാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ ചെറിയ കുട്ടികളൊക്കെ പാല് കുടിച്ച് ഛർദ്ദിച്ച് കഴിയുമ്പോ അതിനൊരു തൈരിന്റെ ഇതൊരു ഒറയൊഴിക്കാൻ പറ്റും വേണമെങ്കിൽ. അതെ. അപ്പൊ അദ്ദേഹം തലയാട്ടി. അതെ. ഈ തൈര് വീണ്ടും അത് കടയപ്പെട്ട് കഴിഞ്ഞാൽ അത് പലതുമായി മാറും. അത് ഞങ്ങൾക്ക് ഗ്ലൂക്കോസ് ആവും. വീണ്ടും തടഞ്ഞു കഴിഞ്ഞാൽ അത് ആൽക്കഹോൾ ആവും. രാവിലെ ആവുമ്പോഴേക്കും ഇത് ആൽക്കഹോളിക് ആവുന്നതാണ്. കുട്ടിക്ക് ഇങ്ങനെ തൂക്കം. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്.
അത് അവരുടെ അടുത്ത് എന്തിനും ഉത്തരവുണ്ട് എന്ന് പറയാം. അറിയില്ല എന്നൊന്നും പറയില്ല. ഇങ്ങനെ അസമ്മൂഢ, അജ്ഞാനിയല്ലാത്തവൻ, ജ്ഞാനി അസമ്മൂഢൻ എന്ന് പറയുമ്പോൾ സ്വാമിജി പറയും എക്സ് മൂഢാഹ എന്നാ പറയാ. മുമ്പ് മൂപ്പര് മൂഢനായിരുന്നു എന്നാ. ആ മൂഢത്തരത്തിനെയൊക്കെ മാറ്റി ശാസ്ത്രവിചാരമൊക്കെ ചെയ്ത് ആള് മൂഢതയിൽ നിന്നൊക്കെ നീങ്ങി. അതുകൊണ്ട് ഈ ഭഗവാൻ അസമ്മൂഢൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജ്ഞാനി യോഗി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. റിട്ടയറായി എന്ന് പറയാം ആള്. യഹ യാതൊരുവൻ ഏവം മാം പുരുഷോത്തമം, ഏവം ഇപ്രകാരം മാം എന്നെ പുരുഷോത്തമൻ എന്ന് ജാനാതി അറിയുന്നത്. ഭഗവാൻ എങ്ങനെ അറിയണം? പുരുഷോത്തമൻ എന്നറിയണം. സഹ അവൻ സർവവിദ്, അവനെല്ലാം അറിയുന്നവനും, സർവഭാവേന എല്ലാ പ്രകാരത്തിലും സർവഭാവങ്ങളെ കൊണ്ടും, മാം ഭജതീച്ച അവൻ എന്നെ ഭജിക്കുന്നവനാകുന്നു. അവൻ എന്നെ ഭജിക്കുന്നവനാണ്. അവന് ദേശകാലങ്ങൾ, ഏത് ദേശമാകട്ടെ ഏത് കാലമാകട്ടെ, അവനെ സംബന്ധിച്ച് ആ നിത്യതയിൽ അവൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് പറയാം. അവനെ സംബന്ധിച്ച് നേരം പോകാതിരിക്കലോ അങ്ങനെയൊന്നുമില്ല. ഈ ആരോ ഈ കഴിഞ്ഞ ദിവസം എന്തോ ഒരു പത്രത്തിൽ എഴുതി കണ്ടു, നിങ്ങളും ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും. ഈ എന്താ വിവാഹം കഴിച്ചവർക്ക് ദൈർഘ്യം കൂടുന്ന, ആയുസ് കൂടുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊരു കമന്റ് എന്താന്ന് പറഞ്ഞാൽ അതൊരു തോന്നലാണെന്ന്. അങ്ങനെ കാലം പോവാത്തത് ഒരു തോന്നലാണ്. ഇതൊക്കെ തോന്നലുകളാണെന്ന് പറയും. ഭക്തനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള യാതൊരു തോന്നലുകളുമില്ല. അവൻ സർവഭാവേന മാം ഭജതി, എല്ലാ പ്രകാരത്തിലും അവൻ എന്നെ ഭജിക്കുന്നു. തുടർന്ന് ഈ അധ്യായത്തെ ഭഗവാൻ ഉപസംഹരിക്കുന്നു. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഓം തത്സത്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോऽധ്യായഃ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം ഹേ മയാനഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഭഗവാൻ രണ്ട് നാമങ്ങളെ കൊണ്ട് അർജുനനെ എന്താ പറയാ അഭിസംബോധന ചെയ്യുന്നു. അർജുനനോട് പറയുന്നു, ഹേ അനഘ, അല്ലയോ പാപരഹിതനായിട്ടുള്ള അർജുന. ഹേ ഭാരത, അല്ലയോ ഭരതവംശത്തിൽ ജനിച്ച അറിവിൽ രതി കൊള്ളേണ്ടുന്ന, അതിൽ രമിക്കേണ്ടുന്ന അർജുന. ഇതി ഗുഹ്യതമം, ഇപ്രകാരം അതിരഹസ്യമായ. എന്താണ് ഇതിലെ രഹസ്യം? ഏതൊന്നാണോ ബ്രഹ്മാണ്ഡമായി നിലകൊള്ളുന്നത് അത് തന്നെയാണ് പിണ്ടാണ്ഡമായ താൻ. അപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് തന്നിൽ അന്വേഷിച്ച്, അന്വേഷണത്തെ തന്നിലേക്ക് തിരിച്ച് അറിയാവുന്നത് എന്ന് പറയാം. അവനവനെ പഠിക്കുക, അവനവനിലാണ് ഇതിരിക്കുന്നത്. വേദാന്തത്തിൽ പറയും, വേദാന്തത്തിലല്ല, നിങ്ങളൊക്കെ ദിവസവും പരിശോധിക്കുന്ന ഒരു കാര്യം, അരി അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ അത് വെന്തോ എന്ന് നോക്കാൻ ഒരു അരിമണി ഞെക്കി നോക്കിയാൽ മതി. മുഴുവൻ നോക്കണോ? വേണ്ട. ഈ വിശ്വത്തെ അറിയാൻ തന്നെ ഞെക്കിയാൽ മതി, തന്നെ അറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ എന്ന് പറയാം. അത് ഗുഹ്യതമം, അതാണ് അതിന്റെ രഹസ്യം. എന്താ രഹസ്യം? അവനവനെ അറിയുക എന്നതാണ് രഹസ്യം. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. എവിടെ 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 എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇത് ഗുഹ്യതമം, അതിരഹസ്യമായ ഇതം ശാസ്ത്രം, ഈ ശാസ്ത്രത്തെ മയ ഉക്തം, എന്നാൽ പറയപ്പെട്ടു, എന്നാൽ നിനക്കായിക്കൊണ്ട് പറയപ്പെട്ടു. ഏതത് ബുദ്ധ്വ, ഭഗവാൻ പറയുന്നത് ഇതാ,
ഏതത് ഇതിനെ ബുദ്ധ്വാ ബോധിച്ചിട്ട് അറിഞ്ഞിട്ട് ബുദ്ധിമാൻ ബുദ്ധിയുള്ളവൻ കൃതകൃത്യ ചെയ്യേണ്ടതൊക്കെ ചെയ്തവൻ സ്യാദ് ആയി ഭവിക്കും. എപ്പോഴാ ഒരുവൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തവനായി ഭവിക്കുന്നത്? ഈ രഹസ്യം അറിയുമ്പോൾ മാത്രം. ഞാൻ എന്റെ 4 മക്കളെയും കല്യാണം കഴിപ്പിച്ചു കൊടുത്തു വിട്ടു. അവർക്ക് 4 പേർക്കും 4 ഒരുപോലുള്ള വീട് വെച്ചു കൊടുത്തു. ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഞാൻ അങ്ങനെ ഇപ്പതായിരിക്കുക പോരാന്നാണ്. മക്കൾക്ക് വീട് വെച്ചു കൊടുക്കലും വീട് വെച്ചു കൊടുക്കാതിരിക്കലും ഒക്കെ നിങ്ങളുടെ സാമ്പത്തികമായിട്ടോ അങ്ങനെയുള്ള ശേഷിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് ചെയ്യാം, നല്ലത് തന്നെ. അല്ലാതെ എല്ലാം മക്കൾക്ക് കൊടുക്കാതിരിക്കലല്ല. അങ്ങനെയാകുമ്പോൾ കള്ളന്മാര് കൊണ്ടുപോകുമെന്ന് പറയാം, വേറെ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകും. പക്ഷെ ചെയ്യേണ്ടത് ചെയ്തവനാകുന്നത് എപ്പോഴാണ്? ഭഗവാന്റെ ഭാഷയിൽ ഇപ്പോഴാണ്. ഈ എന്നാൽ പറയപ്പെട്ട ഈ ശാസ്ത്രത്തെ ആരാണോ ബോധിക്കുന്നത് അവൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തവനാണ്. കൃതകൃത്യൻ. ഈ കൃതകൃത്യത നമുക്ക് കിട്ടുന്നുണ്ടോ? 4 കുട്ടികളുണ്ടെങ്കിൽ ഈ 4 കുട്ടികളുടെ കാര്യങ്ങളും ഒരുപോലെ നോക്കാൻ സാധിച്ചു എന്ന് തോന്നാറുണ്ടോ? തോന്നിയിട്ടുണ്ടോ? ഉറപ്പ് വന്നിട്ടുണ്ടോ? പക്ഷെ എന്താ ചെയ്യുക, എല്ലാവരെയും ഞാൻ സ്കൂളിൽ എല്ലാവരെയും പറഞ്ഞയച്ചു. പക്ഷെ ഓരോരുത്തരും ഓരോ വിധത്തിൽ പഠിച്ചു. എന്താ ചെയ്യാ? ഞാൻ ആർക്കും ഒരു പക്ഷഭേദമൊന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ആളുകൾ അവൻ പറയണു മൂത്തവനിപ്പം എന്നെ തിരിഞ്ഞു, ഞാൻ എന്ന് പറഞ്ഞാൽ അവന് ശത്രുവാണ്. ചെറിയവൻ ഇപ്പം എനിക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് നടക്കുക. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ കൂടെ എന്റെ കൂടെ ഭാര്യ പോലും ഇല്ല, അവക്കും ഇപ്പൊ എന്നെ വേണ്ട. അപ്പൊ അങ്ങനെയാ കൃതകൃത്യനായ, എന്നിട്ടും പറയാ ഞാൻ കൃതകൃത്യനാണെന്ന്. തരക്കേടില്ല അല്ലേ? കൃതകൃത്യ ഇവിടെ പറയണു. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കൈമാറ്റം ചെയ്തുവെങ്കിൽ, ഇപ്പൊ മക്കൾക്ക് കൊടുക്കേണ്ടതും ഇതൊക്കെയാണ്. മക്കൾക്ക് ഈ ഒരു ശാസ്ത്രാവബോധം നമ്മൾ കൊടുത്താൽ നല്ലതാ. അതുകൊണ്ട് ഭഗവാൻ അടുത്ത അധ്യായം വളരെ രസകരമായിട്ടുള്ള അധ്യായം. അടുത്തതും അതിന്റെ അടുത്തതും കൊണ്ട് ഈ ഭഗവത്ഗീത അതിന്റെ പൂർണ്ണതയിലേക്ക് വരാൻ പോകുന്നു. 2 അധ്യായങ്ങൾ ഇനി ഇതിനെ വീണ്ടും സംഗ്രഹിക്കുക, പറഞ്ഞതിനെ മൊത്തം. അതുകൊണ്ട് അടുത്ത അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. വീണ്ടും ഒരു ചേർച്ചയാണ്. അസുരന്മാരും ദേവന്മാരും. ആരാണ് അസുരൻ, ആരാണ് ദേവൻ, എങ്ങനെയാണ് നമ്മൾ ഇതിൽ ചേർന്നിരിക്കുന്നത്? യുദ്ധത്തിന്റെ ഒരു കലാശക്കൊട്ടാണ് ദൈവാസുര സമ്പദ് വിഭാഗ യോഗം. ഭഗവാൻ അർജുനോട് പറയുന്നത് നാളെ വരാനാ. നാളെ നമുക്ക് ഈ അധ്യായം കാണാം.